എല്ലാ കുട്ടികളും ഒന്നും വന്നിട്ടില്ല. എങ്കിലും നമുക്ക് ആരംഭിക്കാം. എന്നിട്ട് പതുക്കെ എല്ലാവരും ചേരട്ടെ. കേൾക്കുന്നുണ്ടല്ലോ? ശരി. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമ്മള് ഇതിൽ പങ്കുചേരാന്ന് പറഞ്ഞ എല്ലാ കുട്ടികളും വന്നിട്ടില്ല. എങ്കിലും കുറെ മക്കൾ എത്തിയിട്ടുണ്ട്. എല്ലാരും ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ഇന്നത്തെ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ആചരിച്ചു എന്ന് വിചാരിക്കുകയാണ്. ധാരാളം ചെറിയ മക്കള് വേഷം കെട്ടി കൃഷ്ണനായും രാധയായും മറ്റു ഗോപന്മാരായും കുചേലനായും ഒക്കെ പല വേഷം കെട്ടിയിട്ട് ഫോട്ടോകളും വീഡിയോകളൊക്കെ അയച്ചു തന്നു. അതൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷായി. ധാരാളം മക്കള്. ഏതായാലും ഇന്ന് നമ്മൾ അല്പസമയം സൗഹൃദം എന്നൊരു വിഷയമാണ് ആലോചിക്കുന്നത്. അല്പസമയം. അത് കഴിഞ്ഞിട്ട് മക്കൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അറിയുന്നതാണെങ്കിൽ മറുപടി പറയും. വ്യത്യസ്ത തലങ്ങളിൽ കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ശാസ്ത്രത്തില്, വേദാന്ത ശാസ്ത്രത്തില് ഏറ്റവും ഉയർന്ന തലത്തിൽ പഠിക്കുന്നവർക്കും ഒക്കെ പല പല തലങ്ങളിൽ പഠിക്കാവുന്ന വിഷയമാണ് സൗഹൃദം എന്നുള്ളത്. നമ്മളിവിടെ ഉദ്ദേശിച്ചത് ഒരു 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള മക്കളെയാണ്. അപ്പൊ ആ ഒരു തലത്തിൽ സൗഹൃദം എന്നുള്ള വിഷയം നമുക്ക് ചിന്തിക്കാം. ഇത് തന്നെ ഏറ്റവും ഉയർന്ന വേദാന്ത തലത്തിൽ ആലോചിക്കാം. കൊച്ചു കുട്ടികളോട് സംസാരിക്കാം ഇതേ വിഷയം. എല്ലാത്തിൻ്റെ നടുക്കൊരു നിങ്ങളുടെ പ്രായമുള്ള ആ ഒരു തലത്തിൽ ചിന്തിക്കുന്ന രീതിയിലാണ് ഇന്നിവിടെ പറയുന്നത്. സൗഹൃദം എന്ന് പറഞ്ഞാല് സുഹൃത്തിന്റെ ഭാവമാണ്. സുഹൃത്ത് സുഹൃത്ത് എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. ഇംഗ്ലീഷിൽ നമ്മൾ ഫ്രണ്ട് എന്ന് പറയും. ഫ്രണ്ട്. ഇപ്പൊ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയും. അതാണ് സൗഹൃദം. പക്ഷെ സംസ്കൃതത്തില് കേവലം ഫ്രണ്ട് എന്നോ ഫ്രണ്ട്ഷിപ്പ് എന്നോ മാത്രമല്ല ശബ്ദം. കുറേ ശബ്ദങ്ങളുണ്ട്. സഖി എന്ന് പറയും. അപ്പൊ സഖിത്വം അല്ലെങ്കിൽ സഖ്യം. മിത്രം എന്ന് പറയും. അപ്പൊ മിത്രത. സുഹൃത്തെന്ന് പറയും. അപ്പൊ സൗഹൃദം.
അങ്ങനെ പല പദങ്ങളുണ്ട്, പല പദങ്ങൾ. മിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നു. ഒരു കൂട്ടുകാരനെ നമ്മൾ മിത്രം എന്ന് പറയും. അപ്പൊ കൂട്ടിന്റെ ഭാവം, കൂട്ടായിരിക്കുന്ന ഭാവം അതാണ് മിത്രത, അല്ലെങ്കിൽ മൈത്രം എന്ന് പറയാം. എന്നാൽ അതിൽ നിന്ന് ഭിന്നമാണ് സുഹൃത്ത് എന്ന് പറഞ്ഞാൽ. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അതിന് ചില ആചാര്യന്മാർ പറയുന്ന അർത്ഥം പ്രത്യുപകാരം അനപേക്ഷ്യ ഉപകാരകർത്ത. പ്രത്യുപകാരം ചിന്തിക്കാതെ ഉപകാരം ചെയ്യുന്ന ആളാണ് സുഹൃത്ത്. എനിക്ക് ഇങ്ങോട്ട് എന്ത് കിട്ടും അത് ചിന്തിക്കാതെ ഉപകാരം ചെയ്യുന്ന ആളാണ് സുഹൃത്ത്. നമുക്കിങ്ങനെ പറയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സുഖത്തിലും ദുഃഖത്തിലും മാനത്തിലും അപമാനത്തിലും എന്ന് വേണ്ട ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ് സുഹൃത്ത്. അതാണ് സുഹൃത്ത്. സുഖത്തിലും ദുഃഖത്തിലും ഒന്നിച്ചുണ്ടാവും, മാനത്തിലും അപമാനത്തിലും ഒന്നിച്ചുണ്ടാവും. അതാണ് സുഹൃത്ത് എന്ന് ആദ്യം പറയാം. കുറച്ചും കൂടി നമ്മൾ ആ പദം ഉള്ളിലേക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ അറിയാം എന്ന് വിചാരിക്കുന്നു ഹൃത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഹൃത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നർത്ഥം. ഹൃത്ത് ഹൃദയം. ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തം പമ്പ് ചെയ്യുന്ന ഈ അവയവം മാത്രമല്ല അർത്ഥമാക്കുന്നത്. അതിന് നമ്മൾ ഹൃദയം എന്നാ പറയുക. നമ്മുടെ ശരീരം മുഴുവൻ എല്ലായിടത്തേക്കും രക്തം പമ്പ് ചെയ്യുന്ന അവയവമാണല്ലോ ഹൃദയം. അതിനെങ്ങനെയാ ഹൃദയം എന്ന് പേര് വന്നത് എന്ന് കുട്ടികൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിക്കുമ്പോഴാണ് ഭാരതീയ പൈതൃകത്തിന്റെ മഹത്വത്തിലേക്ക് ഒരു എത്തിനോട്ടം നമുക്ക് ലഭിക്കുന്നത്. ഓരോ പദവും തന്നെ അതിന്റെ അർത്ഥത്തെ വ്യക്തമായി കാണിച്ചു തരുന്നതാ. ഹൃദയം എന്ന് പറയുമ്പോൾ ഹൃ അധികം ദ അധികം യ. ഹൃ ദ യ, ഈ 3 ശബ്ദങ്ങൾ ചേർന്നിട്ടാണ് ഹൃദയം എന്നുണ്ടായിട്ടുള്ളത്. ഹൃ എന്ന് പറഞ്ഞാൽ ആ ധാതുവിന്റെ അർത്ഥം ഹൃഹരണേ എന്നാണ്. ഹരിക്കുക, ഹരിക്കുക, അട്രാക്ട് ചെയ്യുക, അബ്സോർബ് ചെയ്യുക എന്നൊക്കെ പറയാം. ദാന്ന് പറഞ്ഞാൽ ദാനേ, നൽകുക. ഇപ്പൊ ഹൃ എടുക്കുക, ദാ ദാനേ നൽകുക. യാന്ന് പറഞ്ഞാൽ ആ ധാതുവിന്റെ അർത്ഥം പ്രാപണേ എന്നാണ്, പ്രാപിപ്പിക്കുക. ഇപ്പൊ നോക്കൂ, ഹരിക്കുന്നു, ദാനം ചെയ്യുന്നു, പ്രാപിപ്പിക്കുന്നു. ആരോ, അയാളുടെ പേരാണ് ഹൃദയം. ഹാർട്ട് എന്ന് പറഞ്ഞാൽ അത് കിട്ടില്ല. ഹാർട്ട് എന്ന് ഇംഗ്ലീഷ് പറഞ്ഞാൽ എന്താണ് അയാൾ ചെയ്യുന്ന പരിപാടി എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം, വിശദീകരിച്ചു കൊടുക്കണം. എന്നാലേ മനസ്സിലാവുള്ളൂ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഹാർട്ട് ചെയ്യുന്നത്.
ഹാർട്ടിന്റെ ഫങ്ഷൻസ് എന്താണ്, ആക്ടിവിറ്റി എന്താണ്, അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നാൽ സംസ്കൃതത്തിൽ പറയുമ്പോൾ ഹൃദയം എന്ന് പറയുമ്പോൾ ഭാഷ അറിയുന്ന ഒരാൾക്ക് മനസ്സിലാവും എന്താ അയാളുടെ പരിപാടി. എന്താ പരിപാടി? ശരീരം മുഴുവൻ വ്യാപിച്ച് പലയിടങ്ങളിലായുള്ള രക്തത്തെ ഒരു സ്ഥലത്തേക്ക് വലിച്ചെടുക്കും ഹൃ, എന്നിട്ട് ദേഹം മുഴുവൻ കൊടുക്കും ദാ. അതിലൂടെ യാ പ്രാപണേ, നമ്മുടെ ഊർജം, ശക്തി, പ്രാണശക്തിയെ എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കും, എല്ലായിടത്തേക്കും. ഈ 3 പണി ചെയ്യുന്ന ആളാണ് ഹൃദയം. മനസ്സിലാക്കുക. ഈ ഹൃദയത്തിന് തന്നെയാണ് ഹൃത്ത് എന്ന് പറയുന്നത്. ഹൃത്ത് അതിൽ യാ ഒഴിവാക്കി, അത്രയേ ഉള്ളൂ. ഹൃ പ്ലസ് ദ, ഹൃത്ത്. അപ്പൊ ഹൃത്ത് എന്ന് പറഞ്ഞാൽ ഈ രക്തം പമ്പ് ചെയ്യുന്ന സ്റ്റേഷനാണ്. എന്നാൽ അതിൽ ഉപരി അർത്ഥമുണ്ട്. ഹൃദയം, ഹൃത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സ്, ബുദ്ധി. ഇപ്പൊ മനസ്സും ബുദ്ധിയും ചേർന്നിട്ടുള്ള നമ്മുടെ അന്ധകരണം ഉണ്ടല്ലോ, മനസ്സും ബുദ്ധിയും. മനസ്സുകൊണ്ടാണ് നമ്മൾ ആലോചിക്കുന്നത്, ബുദ്ധി കൊണ്ടാണ് നമ്മൾ ഉറപ്പിക്കുന്നത്. അപ്പൊ ഇവ രണ്ടും ചേർന്നിട്ടുള്ള അന്തകരണത്തിന് ഹൃത്തെന്ന് പറയും, ഹൃദയം എന്ന് പറയും. നമ്മൾ സാധാരണ വർത്തമാനത്തിൽ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ആ ഹൃത്ത് ശബ്ദത്തിന്റെ കൂടെ സു ചേർന്നാൽ നല്ലത് എന്ന അർത്ഥത്തിൽ സു ചേർന്നാൽ സുഹൃത്തായി. താത്പര്യം നല്ല മനസ്സോടെ, നല്ല ബുദ്ധിയോടെ നമ്മളെ സ്നേഹിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന, ഏറ്റവും നന്മ മാത്രം വിചാരിക്കുന്ന ആളാണ് സുഹൃത്ത്. ഈ സുഹൃത്തിന്റെ ഭാവമാണ് സൗഹൃദം. ഈ സുഹൃത്തിന്റെ ഭാവം സൗഹൃദം. മനസ്സിലാക്കുക. അപ്പൊ ആരാ സുഹൃത്ത് എന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ ആദ്യത്തെ സുഹൃത്ത് നമ്മുടെ അമ്മയാ, അല്ലേ? ഒന്ന് ഓർത്തു നോക്കൂ. അമ്മ ഏറ്റവും വലിയ സുഹൃത്തായിട്ട് നമുക്ക് ആദ്യം ഉണ്ടായത്. അമ്മയുടെ സാമീപ്യമാണ് നമ്മൾ അറിഞ്ഞത് ആദ്യം. അമ്മയുടെ വയറ്റ് കിടന്നു ഒരു 280 ദിവസം. ചിലര് കുറച്ച് കൂടും, ചിലര് കുറച്ച് കുറയും, അത്രയേ ഉള്ളൂ. സാമാന്യമായിട്ട് ഒരു 280 ദിവസം അമ്മയുടെ വയറ്റ് കിടന്നു. പിന്നെ ജനിച്ച് നമ്മൾ പുറത്തു വന്നപ്പോഴോ എല്ലാം അമ്മയായിരുന്നു. പാല് തന്നതമ്മ, ഒന്നിച്ച് കിടത്തിയതമ്മ, നമ്മുടെ മലമൂത്രങ്ങളിൽ ഒന്നിച്ച് കിടന്നതമ്മ, കുളിപ്പിച്ചതമ്മ, എല്ലാം ചെയ്തു അമ്മ. ചിലപ്പോ അമ്മയെ ചില വിഷയങ്ങളിലൊക്കെ സഹായിക്കാൻ മുത്തശ്ശിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, എങ്കിലും അമ്മയാണ്. ആ അമ്മയാണ് നമ്മുടെ ഒന്നാമത്തെ സുഹൃത്ത്. നമ്മൾ കൊച്ചു കുട്ടികളാവുമ്പോ ആരെങ്കിലും നമ്മളെ വഴക്ക് പറഞ്ഞാല്, ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാല് നമ്മൾ ആരോടാ പരാതി പോയി പറയുക? അമ്മേന്നാ വിളിക്കുക. ചിലപ്പോ വേദനയായാലും വിളിച്ച് കരയും. ആദ്യം വിളിക്കുക അമ്മേന്ന് വിളിച്ചിട്ടാ കരയുക. ചുരുക്കം ചില കുട്ടികളുണ്ട് കേട്ടോ, അച്ഛാന്ന് വിളിച്ച് കരയണവരുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. എന്നാലും പൊതുവെ നമ്മൾ അമ്മേന്നാ വിളിച്ച് കരയുക. ഇനി അമ്മ അടിച്ചാലോ? അമ്മ അടിച്ചാലും അമ്മേന്ന് തന്നെയാ വിളിക്കുക. അമ്മയാ സുഹൃത്ത്. അതോടൊപ്പം പിന്നെ അച്ഛൻ സുഹൃത്തായി. പിന്നെ നമ്മളെ ചേച്ചി, ചേട്ടൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുത്തശ്ശി, മുത്തശ്ശൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ നമ്മുടെ സുഹൃത്ത് വലയം കൂടി 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 വരിക. അങ്ങനെ സുഹൃത്തുക്കളുമായി നമ്മൾ ആശയങ്ങൾ പങ്കുവെക്കും. സുഹൃത്തുക്കൾ നമുക്ക് വേണ്ടത് പറഞ്ഞു തരും. അങ്ങനെ ഒരു മനുഷ്യൻ വികസിക്കുന്നതിനനുസരിച്ച് അവന്റെ സുഹൃത്ത് വലയം കൂടുകയാണ്. വാസ്തവത്തില്
സുഹൃത്ത് വലയം കൂടുമ്പോഴാണ് ഒരാൾ മനുഷ്യനാവുന്നത്. നമ്മൾ ആരോടും ഒന്നും ഷെയർ ചെയ്യാതെ, ആരോടും സ്നേഹമില്ലാതെ, ആരോടും ഒന്നും പങ്കും വെക്കാതെ ഒരാൾ ഒറ്റയ്ക്ക് കഴിയുകയാണെങ്കിൽ അയാൾക്ക് സുഹൃത്തുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ സാമൂഹിക തലത്തിലേക്ക് ഉയരുമ്പോ, സമൂഹ ജീവിതത്തിലേക്ക് ഉയരുമ്പോ, എടുക്കലും കൊടുക്കലും പങ്കുവെക്കലും ഒക്കെ ചെയ്യുമ്പോ നമുക്ക് സുഹൃത്തുക്കളായി. ഈ സൗഹൃദം മനുഷ്യന്മാരിടയ്ക്ക് മാത്രമല്ല, പല ജന്തുക്കളിൽ സൗഹൃദം നമുക്ക് കാണാം. പല ജന്തുക്കളിലും. ഒരു ഉറുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു തേനീച്ചയിൽ നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ മറ്റോരോ ജീവികളെ നിങ്ങൾ നിരീക്ഷിക്കൂ. നമ്മൾ എപ്പോഴും ചുറ്റുപാട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അതല്ലേ വിദ്യാർത്ഥിയുടെ ലക്ഷണം. ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണം അതാണ്. എപ്പോഴും തന്റെ ചുറ്റുപാട് നിരീക്ഷിക്കുകയും അതിൽ നിന്ന് ആശയങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളാണ് വിദ്യാർത്ഥി. അല്ലാണ്ട് വിദ്യാർത്ഥി ക്ലാസ് റൂമിലെ പുസ്തകങ്ങൾ പഠിക്കുന്ന ആളല്ല. പുസ്തകങ്ങൾ പഠിക്കണം, തീർച്ചയായിട്ടും പഠിക്കണം, ക്ലാസ് റൂമിൽ പഠിക്കണം, വേണ്ടെന്നല്ല. പക്ഷെ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ അവൻ നിരന്തരം പഠിക്കുന്നതാ, ചുറ്റുപാടിൽ നിന്ന് പഠിക്കുന്നതാ. അങ്ങനെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൗഹൃദമാണ് എല്ലാത്തിനെയും നിലനിർത്തുന്നത് എന്ന് കാണാൻ കഴിയും. എന്തൊക്കെയായിട്ട് നമ്മളെ സുഹൃത്തുക്കളായിട്ട് ആരൊക്കെയാ ഉള്ളത്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ദേഹത്ത് തന്നെ എത്ര ലക്ഷം സൂക്ഷ്മ ജീവികളുണ്ട്. നമ്മുടെ ശരീരത്തില് അകത്തും പുറത്തുമായിട്ട്, അകത്ത് നമ്മുടെ ഉള്ളില് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സൂക്ഷ്മ ജന്തുക്കളുണ്ട്. ഏകകോശ ജീവികള്, പല തരത്തിൽപ്പെട്ട മൈക്രോബ്സ് നമ്മുടെ ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. അവ വേണം. അവ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ പുറത്ത് ശരീരത്തിൽ പല സ്ഥലത്തായിട്ട് എത്രയോ അണുക്കൾ ജീവിക്കുന്നുണ്ട്. അവർ നമുക്കൊരു ഉപദ്രവം ചെയ്യുന്നില്ല. അവർ നമ്മളായിട്ട് സഹകരിച്ചിട്ടാ, ഒരു സൗഹൃദമാ. അങ്ങനെ സൂക്ഷ്മമായ മൈക്രോബുകളുടെ തലത്തിൽ നോക്കിക്കഴിഞ്ഞാലും സൗഹൃദമുണ്ട്. ചെടികളിലേക്ക് നോക്കൂ, എത്ര വലിയ സൗഹൃദം കാണാം. നിങ്ങള് വളരെ പൊക്കമുള്ള മലകളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഉയരം കൂടിയ വൃക്ഷങ്ങൾ ഉണ്ടാവില്ല, ഉയരം കുറഞ്ഞ വൃക്ഷങ്ങളാണ് ഉണ്ടാവുക. ആ ഉയരം കുറഞ്ഞ വൃക്ഷങ്ങളുടെ തൊലിയിലൊക്കെ ഒരുതരം സസ്യം വളർന്ന് പിടിച്ച് കിടക്കുന്നത് കാണാം. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഒരു പരാതമാണെന്ന്. പരാതം എന്ന് പറഞ്ഞാൽ പാരസൈറ്റ് പ്ലാന്റ് ആണെന്ന് വിചാരിക്കും. പക്ഷെ കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, അല്ല, അവിടെ കോട വരുമ്പോ, മഞ്ഞ് വരുമ്പോ ഈ ചെടികള് അതൊക്കെ പിടിച്ചു വെക്കും വെള്ളം, എന്നിട്ട് അത് മരത്തിന് കൊടുക്കും. മരം അതിന് പകരമായിട്ട് കുറച്ച് ഭക്ഷണം ഇവർക്കും കൊടുക്കും. അങ്ങനെ പരസ്പരം സഹകരിച്ച് അവർ ജീവിക്കും. ഇങ്ങനെ ഏതൊക്കെ ജന്തുക്കളാ, ഏതൊക്കെ സസ്യങ്ങളാ. ഇപ്പൊ സൗഹൃദത്തിന്റെ മുകളിലാണ്, സൗഹൃദത്താലാണ് ഈ ലോകത്തിൽ ജീവരാശികളൊക്കെ നിലനിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഇനി ഒന്നും കൂടി സൂക്ഷ്മമായി നോക്കൂ, സൗഹൃദം കൊണ്ടാണ് ജീവികളല്ല ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാവും. നിങ്ങൾ എല്ലാവരും 8ാം ക്ലാസ് മുതൽക്ക് മുകളിലുള്ള കുട്ടികളാണ്. ചില മുതിർന്നവരും ഇതിൽ ചേർന്നിട്ടുണ്ട്. ഒരു മാലിക്യൂൾ, ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഒരു മാലിക്യൂൾ, ഒരു തന്മാത്ര ഉണ്ടാവുന്നത് എങ്ങനെയാ? ചിന്തിച്ചിട്ടില്ലേ? അവിടെ 2ഓ അതിലധികമോ ആറ്റം, അണുക്കള് ചേർന്നിട്ടാണ്. അവ ചേരുന്ന പ്രക്രിയ എങ്ങനെയാ? ആ ആറ്റത്തിന്റെ
ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകൾ, ആ ഇലക്ട്രോണുകളിലെ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ പരസ്പരം പങ്കുവെച്ചിട്ടാണ്, പരസ്പരം സഹകരിച്ചിട്ടാണ് കൊടുക്കുകയും വാങ്ങുകയും. ഈ ആറ്റങ്ങളുടെ, അണുക്കളുടെ ഷെയറിങ്ങിലൂടെയാണ്, കൊടുക്കൽ വാങ്ങലിലൂടെയാണ് വാസ്തവത്തിൽ ഒരു മോളിക്യൂൾ രൂപപ്പെടുന്നത്. ഒരു തന്മാത്ര പോലും, ഈ തന്മാത്രകൾ തമ്മിലുള്ള പരസ്പര ആകർഷണമുണ്ടല്ലോ, ഇന്റർ മോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. നിങ്ങൾ പഠിക്കുന്നതാണ് അതൊക്കെ. ഇന്റർ മോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഈ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം കൊണ്ടാണ് തന്മാത്രകൾ ചേർന്നിട്ട് ദ്രവ്യങ്ങൾ ഉണ്ടാവുന്നത്, പദാർത്ഥങ്ങളായി മാറുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെ സൗഹൃദത്തിലാണ് നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കി നമുക്കൊക്കെ ശരിയായ സൗഹൃദത്തെ ഉപയോഗിക്കാൻ കഴിയണം. ശരിയായ സുഹൃത്തുക്കളായി നമുക്ക് മാറാൻ കഴിയണം. നമ്മൾ എല്ലാവരുടെയും സുഹൃത്തുക്കളായിരിക്കണം. നമ്മൾ എല്ലാവർക്കും സുഹൃത്തുക്കളായിരിക്കണം. അതുപോലെ നമ്മൾ സുഹൃത്തുക്കളെ നേടണം. ഇപ്പൊ സ്വയം സുഹൃത്താവുക, അതിലൂടെ സുഹൃത്തുക്കളെ നേടുക. ഇത് രണ്ടും നമുക്ക് വേണം. ശരിക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. അപ്പൊ ഈ സുഹൃത്തുക്കളെ നേടുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലപ്പോ സുഹൃത്താണെന്നുള്ള നിലയ്ക്ക് നമ്മളെ നശിപ്പിക്കാനുള്ള തരം ആൾക്കാർ വന്നു ചേരും. അങ്ങനെയുണ്ട്. നേരത്തെ പറഞ്ഞു ഈ സൗഹൃദം കൂടിച്ചേർന്ന് കഴിയുന്നു. ഇപ്പൊ നേരത്തെ ഒരു വൃക്ഷത്തിന്റെ പുറത്ത് പറ്റിപ്പിടിച്ച് വളരുന്ന സസ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്നാൽ ചില സസ്യങ്ങളുണ്ട്, അവർ വന്നു കഴിഞ്ഞാൽ മറ്റേ മാതൃവൃക്ഷത്തെ നശിപ്പിക്കും. ചില അണുക്കളുണ്ട്, വേറെ അണുക്കളെ കൊന്നുകളയും. അതുപോലെ നമ്മുടെ സുഹൃത്തെന്ന ഭാവത്തിൽ വരുന്നവരെല്ലാവരും സുഹൃത്തുക്കളായിക്കൊള്ളണമെന്നില്ല. അവർ നമ്മളെ നശിപ്പിക്കാനായിരിക്കും. ചിലപ്പോൾ നശിപ്പിക്കാൻ വരുന്ന ആളാവും വലിയ സുഹൃത്തിന്റെ ഭാവത്തിൽ വരുന്നത്. നമുക്ക് തിരിച്ചറിയണം. ഇന്നലെ നമ്മള് ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ആചരിച്ചില്ലേ? അവിടെ ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് വളരെ സ്നേഹത്തോടു കൂടി വളരെ വിലാസവതിയായിട്ട് ഒരാൾ വന്ന ചരിത്രമാണല്ലോ ആദ്യം പറയേണ്ടത്. അവളാണ് പൂതന. പൂതന്മാരെ, പരിശുദ്ധന്മാരെ പോലും ആകർഷിക്കുന്നവളാണ് പൂതന. പൂതന എങ്ങനെയാ വന്നേ? വലിയ സുഹൃത്തിന്റെ ഭാവത്തിലാ, വലിയ വിലാസവതിയായിട്ടാ അണിഞ്ഞൊരുങ്ങി പുറപ്പെട്ട് നല്ലൊരമ്മയായിട്ട് വന്നിരിക്കുക വ്രജത്തില്. അവളുടെ ആ ഭാവങ്ങളൊക്കെ കണ്ടപ്പോ വ്രജത്തിലുള്ള അമ്മമാർക്കൊന്നും മനസ്സിലായില്ല. അവര് വിചാരിച്ചു ഇത് നല്ല സ്നേഹമുള്ളൊരു അമ്മയാണെന്ന് വിചാരിച്ചു. എന്നിട്ട് ആ കൊച്ചു കുഞ്ഞിനെ അങ്ങ് എടുക്കാനും ലാളിക്കാനും താലോലിക്കാനും ഒക്കെ അങ്ങ് കൊടുത്തു. പൂതന എടുത്തു കൊണ്ടുപോയി ഉണ്ണിക്കണ്ണനെ, നമുക്കറിയാം പിന്നീട് എന്താന്ന്. പക്ഷെ ഉണ്ണിക്കണ്ണന് മനസ്സിലായി, കൃഷ്ണന് മനസ്സിലായി എന്താ സംഭവിക്കാൻ പോണ, ഇവൾ ആരെന്ന്, എന്തിന് വന്നു എന്ന് ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചു. എന്നിട്ട് മുല കൊടുത്തു കൊല്ലാൻ വന്നവളെ മുല കുടിച്ചു കൊന്നു. അതെ, വേണമെങ്കിൽ കൃഷ്ണനെ കഴുത്തു പിടിച്ച് ഞെക്കി കൊല്ലാമായിരുന്നു, വേണമെങ്കിൽ നെഞ്ചത്തടിച്ചു കൊല്ലാമായിരുന്നു. ഒന്നും ചെയ്തില്ല. മറിച്ച് മുല കൊടുത്തു കൊല്ലാൻ വന്നവളെ മുല കുടിച്ചു കൊന്നു. ഇതാണ് കൃഷ്ണ സന്ദേശം. അത് പറഞ്ഞതിന്റെ താല്പര്യം, സുഹൃത്തെന്ന ഭാവത്തിൽ വരുന്ന എല്ലാവരും സുഹൃത്തായിരിക്കില്ല. സുഹൃത്തിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ചിലപ്പോ സുഹൃത്ത് അല്ല എന്നുള്ള ഭാവത്തിൽ പുറമെ പെരുമാറുന്ന ആൾക്കാരുണ്ടാവും. നല്ല കടുപ്പത്തില്, ചിലപ്പോ ഒന്ന് ചിരിക്കുക പോലും ഉണ്ടാവില്ല, വളരെ ഗൗരവത്തിലാവും. ചിലപ്പോ വല്ലാതെ വഴക്കെന്നൊക്കെ പറഞ്ഞു എന്ന് വരും നമ്മളെ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇയാള് തീരെ സ്നേഹമില്ലാത്ത ആളാണ്, ഇയാള് മുരടനാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അയാളായിരിക്കും ചിലപ്പോ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി,
നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്നേഹിക്കുന്ന മനുഷ്യനായിരിക്കും. മനുഷ്യൻ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനത്തെ ധാരാളം പട്ടികളുടെ ഒക്കെ കഥകള്, ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കൂട്ടുകാരെ എത്രയോ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ച പട്ടികള്, പൂച്ചകള് ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞതിന്റെ താല്പര്യം ഈ ഒരു പുറമേയുള്ള ഭാവം മാത്രമല്ല. അപ്പൊ അവിടെ വലിയൊരു പ്രശ്നം വരും. എങ്ങനെയാണ് നമ്മൾ സുഹൃത്തിനെ മനസ്സിലാക്കുക? എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത് നമ്മുടെ ഉള്ളിൽ തന്നെയാ. ആദ്യം പറഞ്ഞു അമ്മയാണെന്ന് പറഞ്ഞു. ശരിയാ, അമ്മയായിരുന്നു നമ്മുടെ വലിയ സുഹൃത്ത്. നമുക്ക് രണ്ടാമത് പറയാതെ. പിന്നെ അച്ഛൻ സുഹൃത്താന്ന് പറഞ്ഞു. ശരിയാ. പക്ഷേ നമ്മുടെ ഒക്കെ ഉള്ളില് ഒരാളിരിക്കുന്നുണ്ട്. തൽക്കാലം ആ ആൾക്ക് നമുക്ക് മനസ്സാക്ഷി എന്ന് പേര് പറയാം. മനസ്സിനും ബുദ്ധിക്കും സാക്ഷിയായിട്ടുള്ള ഒരാള്. അയാൾ എവിടെ ഇരിക്കണേ? അയാൾ ഹൃദയത്തിന്റെ ഉള്ളിലായിരിക്കുന്നേ. ഇപ്പൊ സുഷ്ഠു നല്ല പോലെ ഹൃദയേ പ്രതിഷ്ഠിത, ഹൃദയത്തിൽ പ്രതിഷ്ഠിതനായിട്ട്, സുഷ്ഠു ഹൃദി പ്രതിഷ്ഠിത, നല്ല പോലെ ഹൃത്തിൽ പ്രതിഷ്ഠിതനായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാളാ സുഹൃത്ത്. അയാളെ ഒന്ന് നോക്കൂ, നമ്മുടെ ഉള്ളിലേക്ക് നോക്കൂ. നമ്മൾ ഓരോ വികൃതി കളിക്കാൻ പോകുമ്പോ അരുത് അരുത് എന്നുള്ളെന്ന് പറഞ്ഞിരുന്നില്ലേ അയാള്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇപ്പൊ നമ്മളൊക്കെ മുതിർന്ന കുട്ടികളാ. 8ാം ക്ലാസ്സില് അതിനുപരി പഠിക്കുന്നവര്, 12ാം ക്ലാസ് വരെയുള്ളവരുണ്ട്. എല്ലാരും മുതിർന്നവരാ. 8ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ 13 വയസ്സായി, ടീനേജ് ആയി കഴിഞ്ഞു. അതിന് മുകളിലുള്ളവരാണ്. പക്ഷെ നമ്മൾ തന്നെ കൊച്ചു കുട്ടികളായിരുന്നല്ലോ. ഇപ്പോഴും നമ്മളെ ഉള്ളിൽ കൊച്ചു കുട്ടി ഉണ്ടല്ലോ. ഉണ്ട്. മനസ്സിലൊരു കുട്ടിത്തം നമുക്ക് ഉണ്ടാവും. അത് ഉണ്ടാവണം കേട്ടോ. അത് ഇല്ലാതാക്കരുതേ. മരിക്കണ വരെ മനസ്സിലൊരു കുട്ടിത്തം വേണം. കുട്ടിക്ക് മനസ്സിലൊരു സ്ഥാനം വേണം. എന്നാലേ ജീവിതത്തിലൊരു സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. കളിക്കാനും ചിരിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ കുട്ടിത്തം ഉള്ളിൽ വേണം. ഒരിക്കലും നഷ്ടപ്പെടുത്തരുതേ. പ്രത്യേകം പറയുക. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഞാൻ വലിയ ആളായി പോയി, എനിക്ക് കുട്ടിത്വമൊന്നും പാടില്ല. അത് പാടില്ല. കുട്ടിത്തം വേണം. കുട്ടിയെ സൂക്ഷിക്കണം. കുട്ടിയെ സ്നേഹിക്കണം. കുട്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാർ തൻ്റെ ഉള്ളിലുള്ള കുട്ടിയെയും സ്നേഹിക്കും. അല്ലാതെ ചിലരുണ്ട്, ഞാൻ വലിയ ആളായി പോയി, ഇനി എനിക്ക് കുട്ടിത്തരമൊന്നും പാടില്ല എന്ന് വിചാരിച്ച്, പക്ഷെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യും. എന്നിട്ട് പുറമെ അങ്ങനെ അഭിനയിക്കും. സംഘർഷ ബാക്കി ഉണ്ടാവുക, വെറും സംഘർഷം. അത് പാടില്ല. അത് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ കുട്ടിയുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഉള്ളിൽ കുട്ടിയുണ്ട്. തമാശ പറയല്ല. എനിക്ക് ആ കുട്ടീനെ വലിയ ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ ആ കുട്ടിയെ ഞാൻ ആസ്വദിക്കാറുമുണ്ട്. ഈ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഞാൻ നടക്കുമ്പോ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടാവും. അപ്പൊ വേറെ ആർക്കും ഒരു ഉപദ്രവമൊന്നും ഇല്ലെങ്കിൽ ആ വെള്ളം ഒന്ന് തട്ടിത്തെറിപ്പിക്കാനൊക്കെ ഉള്ളിൽ തോന്നും. ഞാനത് ചെയ്യാറുമുണ്ട്. വേറെയുള്ളവരുടെ ദേഹത്തേക്ക് ആക്കരുത്, പക്ഷെ എങ്കിലും ഒന്ന് ചവിട്ടി തെറിപ്പിക്കുക. ഒരു കുട്ടിയാ, ഒരു കുട്ടിത്താ. ഇപ്പോ നമ്മളെ പ്രിയപ്പെട്ട ആരെങ്കിലും വീഴുന്നത് നമുക്ക് ഇഷ്ടമാണോ? ഒരിക്കലും അല്ല. മുതിർന്ന ആരെങ്കിലും വീണ് ദേഹം വേദനയാവുന്നത്, എല്ല് പൊട്ടുന്നത്, അവർക്ക് ഉപദ്രവം ഉണ്ടാവുന്നത്, സങ്കടം ഉണ്ടാവുന്നത് നമുക്ക് ഇഷ്ടമല്ല. നമുക്കത് വിഷമാ. എന്നാലും ഒരാൾ വീഴുമ്പോ ഒന്ന് ചിരിച്ചു പോയില്ലേ? അതാരാ ചിരിക്കുന്നേ? അത് നമ്മുടെ ഉള്ളിലത്തെ കുട്ടിയാ. ആസ്വദിക്കുക, കളിയിൽ ആസ്വദിക്കുക. അത് അടുത്ത നിമിഷം നമുക്ക് മനസ്സിലാവും, അയ്യോ ഞാൻ എന്താ ചെയ്തേ എന്ന് മനസ്സിലാവും. പക്ഷെ ആദ്യം ഒന്നങ്ങ് ചിരിച്ചു പോകും. അത് കുട്ടിയാ നമ്മുടെ. അപ്പൊ ആ കുട്ടി ഉള്ളിൽ ഇരിക്കട്ടെ. അപ്പൊ കുട്ടിയാവുമ്പോ നമ്മള് എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കുകയൊക്കെ ചെയ്തിട്ടില്ലേ? ഓർമ്മയിച്ചു നോക്കൂ. വീട്ടില് നമ്മൾ പല മോഷണവും ചെയ്തിട്ടുണ്ടാവും. പല മോഷണവും. അങ്ങനെ നമ്മൾ കുട്ടികളാവുമ്പോ വല്ല ശർക്കരയോ വല്ല തേങ്ങയുടെ കഷ്ണോ തേങ്ങയുടെ പൂളോ പഞ്ചസാരയോ പാൽപ്പൊടിയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ മോഷ്ടിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് ചെയ്യാൻ പോകുമ്പോ അരുത് 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 എന്നുള്ളുന്ന ഒരാൾ പറഞ്ഞിട്ടില്ലേ? ചിന്തിച്ചു നോക്കൂ. അതുപോലെ പല തെറ്റുകളും നമ്മൾ തെറ്റാണെന്ന് അറിയുന്നത് ചെയ്തിട്ടുണ്ടാവും. സ്കൂളിൽ പഠിക്കണ കാലത്ത് പലതും. ഇന്നതെന്നൊന്നും പറയണില്ല.
പല തെറ്റുകളും നമ്മൾ ചെയ്യും, എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയും പാടില്ല കേട്ടോ, പാടില്ല. പണ്ട് സ്കൂളൊക്കെ പ്രോഗ്രസ് കാർഡുകൾ കിട്ടും, ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. കാരണം ഇപ്പൊ മാർക്കൊന്നും ഇല്ലല്ലോ, ഗ്രേഡ് ആണല്ലോ. മുമ്പൊക്കെ മാർക്കാണ്. മാർക്കാകുമ്പോൾ പ്രോഗ്രസ് കാർഡ് തരും. ചിലപ്പോ പ്രോഗ്രസ് ഇല്ലാന്ന് വരുമ്പോ അച്ഛനെ കാണിക്കാൻ നമുക്ക് മടിയുണ്ടാവും. അപ്പൊ നമ്മൾ ആ ഒപ്പ്, അച്ഛന്റെ ഒപ്പ് ചിലപ്പോ നമ്മൾ അങ്ങോട്ട് ഇടും. കേരളത്തിലെ മുഖ്യമന്ത്രിക്കൊക്കെ ഇടുന്നത് കേൾക്കണില്ലേ? അതുപോലെ മുഖ്യമന്ത്രിയുടെ ഒപ്പിടണമൊക്കെ നിങ്ങൾ കേൾക്കണില്ലേ? മുഖ്യമന്ത്രി സ്ഥലത്തില്ലാത്തപ്പോ മുഖ്യമന്ത്രിയുടെ ഒപ്പിടുന്ന വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ വാർത്തയിൽ വരുന്നുണ്ട്. സത്യം അസത്യം നമുക്കറിയില്ല, പക്ഷെ വാർത്ത കേൾക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഒപ്പിടും. അച്ഛന്റെ ഒപ്പിട്ടിട്ട് ടീച്ചർക്ക് അങ്ങോട്ട് കൊടുക്കും പ്രോഗ്രസ് കാർഡ്. ചിലപ്പോൾ ടീച്ചർ നോക്കിയാൽ പിടിക്കും, നോക്കിയിട്ടില്ല വെച്ചാൽ അവിടെ തന്നെ വെക്കും. പക്ഷേ നമ്മുടെ ഉള്ളിൽ എത്ര ഒരു കുത്തുണ്ടാവും. അപ്പോ അയ്യോ ഞാൻ തെറ്റ് ചെയ്തല്ലോ എന്നുള്ളൊരു കുത്തുണ്ടാവും. അതാരാ ഉള്ളെന്ന് പറഞ്ഞു തരുന്നേ? അതാണ് സുഹൃത്ത്. അപ്പൊ ശരിയായ സുഹൃത്ത് ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലാ. പക്ഷേ അവിടെ വേറെ പ്രശ്നമുണ്ട്. ഈ സുഹൃത്തിന്റെ ഉപദേശത്തെ പലപ്പോഴും നമുക്ക് കേൾക്കാൻ തോന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ ദൃഷ്ടാന്തത്തില് ഒരു കുട്ടി അടുക്കളയില് അമ്മ എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി വെച്ച ഒരു പലഹാരം എടുക്കാൻ പോവുക, മോഷ്ടിക്കുക. അല്ലെങ്കിൽ പാൽപ്പൊടി ഇല്ലേ, മിൽക്ക് പൗഡർ, മോഷ്ടിക്കാൻ പോവുക. അപ്പൊ പാടില്ല എന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയും. എന്നാലും അതിന്റെ സ്വാദ് ആലോചിക്കുമ്പോ കുറച്ച് കഴിക്കാം എന്നാവും. അപ്പൊ ഉള്ളിന്ന് സുഹൃത്ത് പറയണത് നമ്മൾ കേൾക്കാണ്ടാവും. ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അപ്പൊ നമ്മൾ എന്താ വേണ്ടു വെച്ചാ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയ പറയണത്. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ. നമുക്ക് ജീവിതത്തിൽ വരുന്ന എല്ലാം, നമ്മുടെ ആദ്യത്തെ സുഹൃത്തുണ്ടല്ലോ, നേരത്തെ പറഞ്ഞത് അമ്മ. ആ അമ്മയായിട്ട് പങ്കുവെക്കാൻ കഴിയണം. അമ്മയായിട്ട് പങ്കുവെക്കാൻ കഴിയണം നമുക്ക്. ജീവിതത്തിൽ എന്ത് സംഭവിക്കണത് ദിവസവും അമ്മ ഇല്ലാത്തവരോ അമ്മ സമീപത്തിൽ ഇല്ലാത്തവരോ അമ്മയോട് പങ്കുവെക്കാൻ കഴിയാത്തവരോ ആണെങ്കിൽ, സ്വാമി എനിക്ക് അമ്മയില്ല, എൻ്റെ അമ്മ മരിച്ചുപോയി, എന്നാലും അമ്മയോട് പങ്കുവെക്കാം. അമ്മയെ കണ്ടിട്ടുള്ളവർക്ക്, അമ്മയെ കണ്ട ഓർമ്മ ഉള്ളവർക്ക് അമ്മയോട് പങ്കുവെക്കാൻ പറ്റും. അമ്മ ജീവനോട് കൂടെ നമ്മുടെ അടുത്തില്ലെങ്കിൽ പോലും അമ്മയോട് പങ്കുവെക്കാൻ പറ്റും. ഒരിക്കലും കള്ളത്തരം ചെയ്യരുത്, തട്ടിപ്പ് ചെയ്യരുത്, അത്രയേ ഉള്ളൂ. ആ അമ്മയെ ഓർത്തിട്ട് അമ്മ എങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് പങ്കുവെക്കാം. ഇനി ആ അമ്മയിൽ നമുക്ക് ഉത്തരം കിട്ടണില്ലേ, അച്ഛനോട് പങ്കുവെക്കാം. അതുപോലെ ഒരു സുഹൃത്തിനോട് പങ്കുവെക്കാൻ നമുക്ക് കഴിയണം. അത് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഈ ഒരു പ്രായം, 8ാം ക്ലാസ് മുതലുള്ള കുട്ടികളെയാണ് ഉദ്ദേശിച്ചത്. വലിയ പരിവർത്തനം നമ്മുടെ ശരീരത്തിലും ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ഒക്കെ ഉണ്ടാവുന്ന പ്രായ. വലിയ ഹോർമോൺ വ്യത്യാസങ്ങൾ ടീനേജ് ആവുമ്പോഴാണ് മനുഷ്യന്മാരിൽ ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഒത്തുചേർച്ചയിൽ ഉദ്ദേശിച്ച പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ച് ആൺകുട്ടികള്, പെൺകുട്ടികള്, ഇനി 2 ലക്ഷണങ്ങൾ ഉള്ളവര്, 2 ലക്ഷണം ഇല്ലാത്തവർ, ഇങ്ങനെയുള്ള വിഭാഗങ്ങളാണല്ലോ ഉള്ളത് മനുഷ്യ സമൂഹത്തില്. ഇപ്പൊ ആണിന്റെയും പെണ്ണിന്റെയും ലക്ഷണങ്ങൾ ഉള്ളവര്, 2 ലക്ഷണങ്ങൾ ഉള്ളവര് ആണെങ്കിലും അവർ പുറമെ ഒരു രീതിയിലായിരിക്കും പെരുമാറാൻ ഇഷ്ടപ്പെടുന്നത്. ഒരു പെൺകുട്ടിയായിട്ട് പുറമെ നടക്കാൻ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയായിട്ട് പുറമെ നടക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ നമുക്ക് 2ആയി തിരിക്കാം. ഇപ്പോ അതിലെല്ലാം പെടും, ആണ് പെണ്ണെന്ന് 2ആയി തിരിക്കാം. ഈ 2 വിഭാഗത്തിനായാലും ശരി, വലിയ പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ വരുന്ന പ്രായമാണ്. അതിന്റെ ഭാഗമായിട്ട്, അതിന്റെ ഫലമായിട്ട് ശരീരത്തിലും ഒക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നമുക്കറിയാം, മനസ്സിൽ അതിനനുസരിച്ച് സ്പന്ദനങ്ങൾക്ക് മാറ്റങ്ങൾ വരും. നമുക്ക് വിപരീത ലിംഗത്തിൽപ്പെട്ടവരോട്
ആണിന് പെണ്ണിനോട്, പെണ്ണിന് ആണിനോടൊക്കെ ഒരു ആകർഷണം വരും. അതുപോലെ നമ്മളില് ഈ ഇമോഷണൽ ലെവല് എപ്പോഴും കൂടുതലായിരിക്കും. മനുഷ്യന് രണ്ടാണല്ലോ, ഇമോഷൻ, ഇന്റലക്ട്. ഇമോഷണൽ ലെവലും ഉണ്ട്, ഇന്റലക്ച്വലും ഉണ്ട്. ഈ ഇമോഷണൽ ഇന്റലക്ച്വൽ രണ്ടും തമ്മിലൊരു ബാലൻസ് വേണം. അതായത് വൈകാരികവും വൈചാരികവുമായതിന് ബാലൻസ് വേണം. ആ ബാലൻസിന് തകരാറ് വന്നാൽ നമ്മുടെ ജീവിത അപകടത്തിലാവും. പക്ഷെ പൊതുവെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഇമോഷണൽ ലെവലാണ് കൂടുതൽ ഉണ്ടാവുക. എല്ലാത്തിനെയും വൈകാരികമായി സമീപിക്കും. അടിച്ചു പൊട്ടിച്ചു കളയാം. എന്താ അങ്ങനെ പറഞ്ഞത്, എന്താ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അയാൾ എന്നോട് നല്ല സ്നേഹ, അയാൾക്ക് വലിയ സ്നേഹ എന്നോട്, ഞാൻ കഴിഞ്ഞേ അയാൾക്ക് ലോകത്ത് വേറെ ആരും ഉള്ളൂ. ഇതൊക്കെ ഇമോഷൻ പറഞ്ഞു തരുന്നതാ. അപ്പൊ ഇമോഷണൽ ലെവൽ കൂടുതലായിരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പൊ വരും ഈ പ്രായത്തിൽ. എല്ലാവർക്കും ഒന്നും പറഞ്ഞിട്ടില്ല, പൊതുവെ പറയുകയാണ്. പൊതുവെ പറയുക, 7-ാം വയസ്സിൽ അങ്ങേയറ്റം ശാസ്ത്രജ്ഞാനിയായി തീർന്ന, 8-ാം വയസ്സിൽ ഭാഷ്യം രചിക്കാൻ തുടങ്ങിയ ശങ്കരാചാര്യൻ നമുക്കറിയാം. 16-ാം വയസ്സാകുമ്പോഴത്തേക്ക് ഭാഷ്യം എഴുതി കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എല്ലാരെയും നമ്മൾ പറയുന്നില്ല, പക്ഷെ പൊതുവെ ഈ ഒരു ടീനേജ് പ്രായത്തില് ഇമോഷണൽ ലെവലാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നമ്മളെല്ലാവരും. കാരണം നമ്മുടെ ചുറ്റുപാട് പല പല തരത്തിൽപ്പെട്ട ആകർഷണങ്ങളുടെ വല വിരിച്ച ആൾക്കാരുണ്ട് നമ്മളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. ആരൊക്കെയാണുള്ളത്? ആദ്യം പറയേണ്ടത് മതപരിവർത്തനത്തിന്റെ ലോബിയാണ്. മതപരിവർത്തനത്തിന്റെ ലോബി പലതരത്തിൽ പ്രവർത്തിക്കും. ഒരു തരം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ അടുത്ത് വലിയ പ്രേമമാണെന്ന് അഭിനയിക്കും. അത് വലിയ പതുക്കെ 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 ട്രാപ്പിൽ വീഴ്ത്തുക ചെയ്യുക. അങ്ങനെ ട്രാപ്പിൽ വീഴ്ത്തുന്നതിന് പെൺകുട്ടികൾ തന്നെ അധികം പ്രവർത്തിക്കുക. നമ്മളെ കൂടെയുള്ള പെൺകുട്ടികളാണ് അതിന് പ്രവർത്തിക്കുക. ദാ അവൻ നല്ല മിടുക്കനാട്ടോ, അവൻ നിനക്ക് ചേരൂട്ടോ, അവൻ നിന്നെ നോക്കണ കണ്ടുവോ, അവൻ നിന്നെപ്പറ്റി എന്നോട് സംസാരിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പെൺകുട്ടികൾ തന്നെ ആ ട്രാപ്പിലേക്ക് നമ്മളെ മെല്ലെ മെല്ലെ വീഴ്ത്തും. വേറൊന്ന്, ഓരോ പുസ്തകങ്ങൾ, കൊച്ചു പുസ്തകങ്ങൾ വായിക്കാൻ തരും. അതില് പ്രത്യക്ഷമായി നോക്കിയ ദൈവത്തിന്റെ മഹത്വമാണ്. ദൈവത്തിന്റെ മഹത്വം ആര് പറയുന്നത് നല്ലതാണ്. അവിടെ അള്ളാഹുവിന്റെ മഹത്വം എന്ന് പറഞ്ഞാലും, യഹോവയുടെ മഹത്വം എന്ന് പറഞ്ഞാലും, വിഷ്ണുവിന്റെ മഹത്വം എന്ന് പറഞ്ഞാലും, ശിവന്റെ മഹത്വം എന്ന് പറഞ്ഞാലും ഒക്കെ നല്ലതാ, ഒക്കെ ഒന്ന് തന്നെയാ, ഒരു വിരോധവും ഇല്ല. പക്ഷേ മതപരിവർത്തന ലോബികൾക്ക് തങ്ങൾ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ ഇതാണ്ടാവുക. അപ്പൊ നമ്മളെ പതുക്കെ പതുക്കെ ആകർഷിച്ച് പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ വയ്യാത്ത ട്രാപ്പിലാക്കി വീഴ്ത്തും. അപ്പൊ ഒന്ന്, പ്രേമത്തിന്റെ ഭാവം അഭിനയിക്കും. 2, ഈശ്വരന്റെ സന്ദേശങ്ങൾ നൽകും. ഇത് രണ്ടും നമ്മളെ ചതിക്കാനാണെന്ന് തുടക്കത്തിലേ മനസ്സിലാക്കണം. സമയം വൈകി മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഇനി ഇതിനേക്കാൾ വലിയ ആകർഷണം വേറെയുണ്ട്, ഇന്ന് വളരെ കൂടുതലാണ്. ഈ പറഞ്ഞ രണ്ടിനേക്കാളും അപകടകരമായിട്ടുള്ള ആകർഷണം പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിൽ ഇന്നുള്ളത് വലിയ മയക്കുമരുന്ന് മാഫിയകളാണ്. നമ്മൾ അറിയില്ല അതിൽ ചെന്ന് വീഴുന്നത്. തുടക്കത്തിൽ നമ്മൾ വെറുതെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഗുളികയുടെ പൊട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു 5-10 ഡ്രോപ്പ് മാത്രം ലിക്വിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നൊരു പുക വലിക്കാനായിരിക്കും. വലിയ സുഖാവൂടോ, നമ്മൾ അറിയാതെ വീണു പോവുകയായി. അങ്ങനെ മയക്കുമരുന്നുകളിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള ആസക്തി വരും. അങ്ങനെ ആസക്തി വന്നു കഴിഞ്ഞാൽ അത് കിട്ടണം എന്നാവും. ഇപ്പൊ തുടക്കത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് തരും, ഒരു കുഴപ്പമില്ല. പക്ഷേ 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിന് അടിമയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയി തരുന്ന ആൾ തരില്ല. പിന്നെ അതിന് പൈസ കണ്ടെത്തണം. പൈസ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യും? മോഷ്ടിക്കും,
അങ്ങനെ മോഷണമൊക്കെ വിട്ട് സ്വന്തം അമ്മയെ കൊല്ലുന്നവരുണ്ട്, അച്ഛനെ കൊല്ലുന്നവരുണ്ട് മയക്കുമരുന്നിന് പൈസ കിട്ടാഞ്ഞിട്ട്. പക്ഷെ അതിനേക്കാൾ അപകടമുള്ളതാ ഇനി പറയാൻ പോണത്. അപ്പൊ ഇവര് തന്നെ പറയും, നീ ഒരു കാര്യം ചെയ്യൂ, നിനക്ക് ഞങ്ങൾ തരാം, പൈസ ഒന്നും വേണ്ട, ഇത് വിറ്റാ മതി, ഇത് പ്രചരിപ്പിച്ചാ മതി, ഇത്ര കേസ് നീ വിൽക്കണം, അത്ര നിനക്ക് തരാം. നമ്മൾ ഇങ്ങനെ നമ്മുടെ എത്രയോ മക്കള് ഇങ്ങനെയുള്ള ട്രാപ്പുകളിലാവുന്നുണ്ട്. അങ്ങനെ മയക്കുമരുന്ന് മാഫിയയുടെ പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടാവും, വലിയ വലിയ നടീനടന്മാരിൽ പലരും ഇന്ന് ഇതിൽപ്പെട്ടത്, രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇതിൽപ്പെട്ടത്, അവരുടെ മക്കള് ഇതിൽപ്പെട്ടത് ഒക്കെ നിങ്ങൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ടാവും. ഈ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റില്ല, രക്ഷപ്പെടാൻ അവർ സമ്മതിക്കില്ല. രക്ഷപ്പെടാൻ നോക്കിയാൽ കൊന്നുകളയും, കാരണം അവരുടെ രഹസ്യങ്ങൾ മുഴുവൻ പുറത്താവും. അപ്പൊ പറഞ്ഞു വന്നത്, ഈ സുഹൃത്ത് ആരാണെന്നുള്ളത് മനസ്സിലാക്കാൻ എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല, വളരെ അപകട. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോന്നും, ഓരോ ദിവസവും നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ, നമ്മൾ ചെയ്യുന്ന ചെയ്തികൾ നമ്മൾ അമ്മയുമായിട്ട് ഷെയർ ചെയ്യണം, പങ്കുവെക്കണം, അച്ഛനുമായി പങ്കുവെക്കണം. അഥവാ നമുക്ക് നല്ല വിവേകത്തോടു കൂടി പറഞ്ഞു തരാൻ കഴിയുന്ന മുത്തശ്ശനോ മുത്തശ്ശിയോ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ ഉത്തമ സുഹൃത്തോ ആരെങ്കിലുമായിട്ട് നമ്മൾ പങ്കുവെക്കണം, ഒരാളുമായിട്ട്. അങ്ങനെ പങ്കുവെക്കുമ്പോൾ നമ്മുടെ വഴി അല്പം പിഴയ്ക്കുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും, നമുക്ക് വേഗം കറക്റ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ ഈ പ്രേമത്തിന്റെ കൊരുക്കിലൊക്കെ വീണിട്ട് എത്ര കുട്ടികൾ അവിടെ വരാറെന്നറിയോ? 100 കണക്കിന് കുട്ടികൾ വരാറുണ്ട്. അവര് പരിശുദ്ധമായി സ്നേഹിക്കുക, പക്ഷെ അവര് മനസ്സിലാക്കണില്ല ഞാൻ ചതിക്കപ്പെടുക. പരിശുദ്ധ സ്നേഹമാണ്, സ്നേഹത്തെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ആ സ്നേഹം വഞ്ചിക്കപ്പെടുമ്പോഴോ അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല. ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവര് വിചാരിക്കുക, ഈ സ്വാമിക്കൊന്നും ഒരു വിവരവും ഇല്ല, അതുകൊണ്ടാ ഇന്നത്തെ കാലത്തെ കുറിച്ച് സ്വാമിക്ക് അറിയില്ല, സ്വാമിയൊക്കെ പഴയ കാലത്തെ വർത്താനാ പറയണത് എന്ന് അവര് വിചാരിക്കും. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാ, ശരിയായ സുഹൃത്തിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അല്ലാതെ സുഹൃത്തെന്ന നാട്യത്തിൽ വരുന്ന എല്ലാവരും സുഹൃത്തല്ല. ഈ തിരിച്ചറിവ് നമുക്ക് വേണം. ഈ തിരിച്ചറിവ് നൽകുന്ന സുഹൃത്ത് നമ്മുടെ ഉള്ളിലുണ്ട്. ഈ നമ്മുടെ ഉള്ളിലുള്ള സുഹൃത്തിനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഒരു അപകടത്തിലും ചെന്ന് ചാടില്ല. ഇനി അതോടൊപ്പം നമ്മുടെ ഒന്നാമത്തെ സുഹൃത്ത് അമ്മ, അങ്ങനെയുള്ളവരോട് പങ്കുവെച്ച് നമുക്ക് ജീവിക്കാം. അങ്ങനെ ഉത്തമ സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ, ഉത്തമ സുഹൃത്തിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുമെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതം അപകടത്തിലെത്തില്ല. അത് മനസ്സിലാക്കുക. പരമമായ അവസ്ഥയിലേക്ക് നമുക്കൊക്കെ ഉയരാൻ കഴിയും ശരിയായൊരു സുഹൃത്ത് ഉണ്ടെങ്കിൽ. അങ്ങനെയുള്ള സുഹൃത്തിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കട്ടെ, സാധിക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ ധന്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് മാത്രം ഈ സമയത്ത് പറയട്ടെ. ദീർഘമായിട്ട് നിങ്ങളോട് പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ ഒരു പ്രായത്തിന് യോജിക്കുന്ന രീതിയിൽ ചില ആശയങ്ങൾ പറഞ്ഞു. ഇനി ഒരുപാട് പറയാനുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ സുഹൃത്ത് എന്നുള്ളതിന്റെ ശരിയായ തലത്തിലേക്ക് പോകണമെങ്കിൽ വേദാന്തത്തിലേക്ക് നമ്മൾ പോകണം. അപ്പൊ ഈ പറഞ്ഞൊക്കെ അങ്ങോട്ട് മാറും. ഇതിനേക്കാൾ അപ്പുറത്തുള്ള സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് ആര്, എന്താണ് ആ സുഹൃത്തിന്റെ സ്വഭാവം എന്നൊക്കെ പഠിക്കേണ്ടി വരും. അങ്ങോട്ടൊന്നും ഇപ്പൊ പോണില്ല. സാമാന്യമായിട്ട് ചിലത് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ചോദിക്കാം. അറിയുന്നതാണെങ്കിൽ അവയ്ക്ക് മറുപടി പറയും. അപ്പൊ സ്വയം നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു കൈ പൊക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ ഈ സൂമിൽ, അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ ഇതിലൊക്കെ നല്ല പരിചയമാണല്ലോ. അതുകൊണ്ട് റേസ് ദി ഹാൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്.
ആ ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം ഇവിടുന്ന് നിങ്ങളെ നമസ്തേ സ്വാമിജി. നമസ്തേ. നമസ്തേ, പറയും. 10 തലയുള്ള ആളാണല്ലോ രാവണൻ. ആ, അപ്പൊ അതേപോലെ 1 കൂടുതൽ തലയുള്ള ആൾക്കാരുണ്ടോ? രാവണൻ 10 തലയുള്ള ആളാണെന്ന് പറഞ്ഞാല് രാവണൻ എപ്പോഴും 10 തലയൊന്നുമില്ല. രാവണന് എപ്പോഴും 10 തലയില്ല. ചിലപ്പോ രാവണൻ 10 തലയുള്ള ആളായിട്ട് വരും. രാവണൻ വലിയ മായാവിയാ. രാമായണത്തില് നമ്മൾ രാവണനെ മനസ്സിലാക്കുന്നത് രാവണൻ വലിയ മായാവിയാ. വലിയ മായാവിയാ. മായാവി പല പല രൂപങ്ങളിൽ മാറും. എപ്പോഴും രാവണന് 10 തലയില്ല. ഉദാഹരണം പറഞ്ഞുതരാം. സീതയെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നു. അപ്പൊ 10 തലയുള്ള ഒരാളാ വന്നു വെച്ചാൽ സീത അയാള് പ്രശ്നമാണെന്ന് മനസ്സിലാക്കില്ലേ? അയാൾ പറയണത് വല്ലതും വിശ്വസിക്കുകയോ? ഞാൻ ഇങ്ങനെ സാധുവാണ്, കാവ്യ വസ്ത്രമൊക്കെ കൊടുത്തിട്ട് സാധുവായിട്ടാ വന്നിട്ടുള്ളതേ, അതൊന്നും സീത വിശ്വസിക്കില്ല. 10 തല ഉണ്ടെങ്കിൽ 10 തലയുള്ള ആളെ കണ്ടാൽ നമ്മൾ ഓടും. അപ്പൊ നിങ്ങളെ മുമ്പിൽ ഒരു 4 തലയായിട്ട് ഒരാൾ വരികയെന്ന് വിചാരിച്ചോളൂ. പേടിച്ച് ഓടില്ലേ നിങ്ങൾ? ഇല്ല. ഞാൻ ഓടും കൂട്ടുവോ? ഞാൻ ഓടിയ വഴി പുല്ല് മുളക്കില്ല. ആ, അപ്പൊ എപ്പോഴും രാവണന് 10 തലയില്ല. രാവണൻ മായാവിയാ. ആ മായാപ്രയോഗം കൊണ്ട് ഇടയ്ക്ക് 10 തലയുള്ള ആളാവും, ഇടയ്ക്ക് 1 തലയുള്ള ആളാവും. ഇനി എന്താ രാവണന്റെ 10 തല? നമ്മളൊക്കെ പഠിക്കുമ്പോ ചിലപ്പോ ഒന്നും മനസ്സിലാവണില്ല, അല്ലെങ്കിൽ ചോദിച്ചാലൊന്നും ഉത്തരം പറയണില്ല വെച്ചാ ചിലപ്പോ നമ്മളെ ടീച്ചർ ചോദിച്ചിട്ടുണ്ടാവും, നിന്റെ തലയിലൊക്കെ എന്താ? അല്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ അമ്മ ചോദിക്കും നമ്മളോട്, നിനക്ക് തല ഇല്ലടാ എന്ന് ചോദിച്ചു എന്ന് വരും. എന്താ ഈ തലയില്ലേന്ന് ചോദിച്ചാൽ അർത്ഥം തല ഉണ്ട് അമ്മ കാണില്ലേ? ആ തലയിലേക്ക് നോക്കിയിട്ടല്ലേ അമ്മ ചോദിക്കണത് നിനക്ക് തലയില്ലേന്ന്. അപ്പൊ തല പറഞ്ഞാ അവിടെ ബുദ്ധിയാണ്. അതുപോലെ അഹങ്കാരാണ്. ഇതിനെയൊക്കെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കും. അപ്പൊ രാവണന് 10 തല എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബുദ്ധിയുള്ള ആളാ രാവണൻ. അത്രയ്ക്ക് ബുദ്ധിമാനാ. ആ സാമവേദ പണ്ഡിതനാ. വലിയ അറിവുള്ള ആളാ രാവണൻ. ബുദ്ധിയൊക്കെ നല്ലതാണ്, പക്ഷെ തല തിരിഞ്ഞ ബുദ്ധിയായി പോയി, അത്രയേ ഉള്ളൂ. അവിടെയാ കുഴപ്പം. തല തിരിഞ്ഞ ബുദ്ധിയായി പോയി. ഇനി രാവണന്റെ 10 തല സൂചിപ്പിക്കുന്നത് അത്ര വലിയ അഹങ്കാരമാണ്. ആര് പറഞ്ഞാലും കേൾക്കില്ല. വലിയ അഹങ്കാര. ആ അഹങ്കാരം ഒന്നുകൊണ്ടല്ലേ അവസാനം എന്താ ഉണ്ടായി രാവണന്? അപ്പൊ അതുകൊണ്ട് ആ അഹങ്കാരാധിക്യത്തെ 10 തല എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തോട് കൂടിയവനെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു രൂപകമാണ് രാവണന്റെ 10 തല. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഇതിഹാസങ്ങൾ വായിക്കുമ്പോൾ, പുരാണങ്ങൾ വായിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, അവിടെ ആലങ്കാരികമായ ഭാഷ ധാരാളം പ്രയോഗിക്കും. ന്യൂനോക്തി ഭാഷ, അതിശയോക്തി ഭാഷ ഒക്കെ ഉണ്ടാവും. പല രൂപകങ്ങൾ കൽപ്പിക്കും. അതിശയോക്തി ഭാഷ ഉണ്ട്. ഇപ്പോ രാവണന്റെ 10 തല പറഞ്ഞതുപോലെ തന്നെ പറയാം, ദശരഥന് 60,000 വയസ്സായിട്ടാണ് മക്കൾ ഉണ്ടാവുന്നത്. ആലോചിച്ച് നോക്കൂ. ദശരഥന് 60,000 വയസ്സായിട്ടാ മക്കൾ ഉണ്ടാവുന്നത്. 60,000 വയസ്സ് വരെ ആളെ ജീവിക്കോ? ഏയ്, ജീവിക്കില്ല. അല്ലെങ്കിൽ വേണ്ട, ശ്രീരാമൻ 11,000 കൊല്ലം രാജ്യം ഭരിച്ചു. ശ്രീരാമൻ 11,000 കൊല്ലം രാജ്യം ഭരിച്ചു. എന്ന് ആലോചിച്ച് നോക്കൂ. 11,000 കൊല്ലം ഒരാൾ രാജ്യം ഭരിക്കുവോ? ജീവിക്കുവോ? അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അത് അതിശയോക്തി ഭാഷയാണ്. ആ അതിശയോക്തി ഭാഷ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് സ്വീകരിക്കണം. ഇങ്ങനെ നമുക്ക് പുരാണ ഇതിഹാസമൊക്കെ പഠിക്കാൻ പറ്റും. അപ്പൊ 10 തല കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അത്രക്കേറെ അറിവും അത്രക്കേറെ അഹങ്കാരവും തികഞ്ഞവനായിരുന്നു രാവണൻ. അറിവ് എത്ര ഉണ്ടായാലും അഹങ്കാരം കൂടിയാലും ശോഭിക്കില്ല. എത്ര അറിവുണ്ടായിട്ട് ഒരു കാര്യമില്ല, വിപരീത ഫലേ ഉണ്ടാവുള്ളൂ അഹങ്കാരം കൂടിയാൽ. അതാണ് രാവണനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. നന്നായി. അടുത്ത ആള്.
നമസ്തേ സ്വാമിജി. നമസ്തേ. ഗണപതി ഭഗവാൻ എങ്ങനെയാണ് ഇത്ര ചെറിയ എലിയുടെ പുറത്ത് പോകുന്നത്? ഇതിന്റെ തത്വം എന്താണ്? അത് വലിയൊരു തത്വല്ലേ. ഗണപതി ഗണങ്ങളുടെ മുഴുവൻ പതിയ, എല്ലാ ഗണങ്ങളുടെയും പതിയ. അപ്പൊ ആദ്യം നമ്മൾ പറയും ശിവഗണങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ശിവഗണങ്ങള്, ശിവന്റെ സകല ഗണങ്ങളും. കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഗണങ്ങളെന്ന് പറഞ്ഞ സമ്പൂർണ്ണ പ്രപഞ്ചവുമാണ്. സമ്പൂർണ്ണ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവരാശികളുമാണ് ഗണങ്ങള്. അപ്പൊ എല്ലാ ഗണങ്ങളുടെയും പതി നാഥനാണ് ഗണപതി. പരമാത്മാവാ, പരമേശ്വരനാ. ആ ഭാവത്തിലാ നമ്മൾ ഗണപതിയെ മാനിക്കുന്നത്. അപ്പൊ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഗണപതിയുടെ രൂപം അതിനനുസരിച്ചാണ് ആചാര്യന്മാര് നമുക്ക് പറഞ്ഞു തരണത്. ശ്രദ്ധിക്കുക. അതിൽ പല കൽപ്പനകളുണ്ട്, പല കൽപ്പനകൾ. അതിലൊരു കൽപ്പനയാണ് ഗണപതിയുടെ വാഹനം എലിയാന്ന് പറഞ്ഞാ പോരാ, ചുണ്ടലിയാണ്. എലിയല്ല, ചുണ്ടലിയാണ്. ആഘു, ആഘു എന്ന് പറഞ്ഞാൽ ചുണ്ടലി. ഗണപതിയുടെ മുകൾ ഭാഗമോ ആനയുടെ തലയാ, ആന തലയനാ. കുടവയറൊക്കെ അവിടെ നിൽക്കട്ടെ. കുടവയറ് സമ്പൂർണമായ വിശ്വത്തെയും ഉള്ളിലാക്കിയിട്ടുള്ളതാണ് കുടവയറ്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് സസ്തനികളെ കുറിച്ച് അറിയാമല്ലോ, മാമൽസ്. സസ്തനികളിലെ ഏറ്റവും ചെറിയ സസ്തനി ഏതാ? ചുണ്ടലിയാണ്. ചുണ്ടലിയാണ് ഏറ്റവും ചെറിയ സസ്തനി. സസ്തനികളിൽ ഏറ്റവും വലുതോ ആനയാണ്. ആനയാണ് നമ്മൾ കാണുന്നത്, നമുക്കറിയുന്നത് ആനയാണ്. വേറെ പലതും ഉണ്ടായിട്ടുണ്ടാവും, ഇല്ല എന്നൊന്നും പറയണില്ല. പക്ഷെ നമുക്കറിയുന്നത് ആനയാണ് ഏറ്റവും വലിയ സസ്തനി. അതുകൊണ്ട് ഈ ഗണപതിയുടെ ഭാവത്തെ, സകല ഗണങ്ങളെയും ഉൾക്കൊള്ളുന്ന ഗണപതിയുടെ ഭാവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സസ്തനികളിൽ ഏറ്റവും ചെറിയ സസ്തനിയായ ചുണ്ടലിയും സസ്തനികളിൽ ഏറ്റവും വലിയ സസ്തനിയായ ആനയും, ഇവ രണ്ടിന്റെയും ചേർച്ച കാണിച്ചത്. ഇവ രണ്ടും ചേർന്നിരിക്കുക. ഇപ്പൊ ആനപ്പുറത്ത് എലി പോയിച്ചാൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയോ ഉത്തരം കണ്ടെത്തുകയോ ഇല്ല. അത് സാധാരണ ഒരു എലിക്ക് ആനയുടെ പുറത്ത് സുഖമായിട്ട് ഇരുന്നൂടെ, അതുകൊണ്ട് ചർച്ചയ്ക്ക് വിഷയാക്കില്ല. എലിയുടെ പുറത്ത് ആന പോയാൽ നമ്മൾ ചർച്ച ചെയ്യും. അതെങ്ങനെയാ? അത് ഒരു വിഭാഗം പറയും അത് വിഡ്ഢിത്താണ്. എന്ത് വിഡ്ഢിത്തങ്ങളാ ഇവർ പറയണമെന്ന് പറയും. അവരെ പറ്റി നമ്മൾ ചിന്തിക്കണില്ല. എന്നാൽ സൂക്ഷ്മമായി ചിന്തിക്കുന്നവര് എന്താ ഇതിന്റെ സൂക്ഷ്മാർത്ഥം, അങ്ങനെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും. അണോരണിയാൻ മഹതോ മഹിയാൻ, അണുവിൽ വെച്ച് അണു, ചെറുതിൽ വെച്ച് ചെറുത്, വലുതിൽ വെച്ച് വലുത്. ഈ രണ്ടിന്റെയും സമന്വയമാണ് സർവ ജീവരാശിയുടെയും പതിയായ ഭഗവാനുള്ളത്. ഇത് കാണിക്കാനാണ് ചുണ്ടലിയെയും ആനയെയും ഇപ്രകാരം സംയോജിപ്പിച്ചത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതില് കൈ പൊക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഉപയോഗിക്കുക. അപ്പൊ ക്രമത്തില് നമുക്ക് ഓരോരുത്തരെയായിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റും. ശരി, അടുത്ത ആള് ചോദിക്കൂ. ആർക്കൊന്നും ചോദിക്കാനില്ല. ഈ സൗഹൃദത്തെ കുറിച്ച് പറഞ്ഞപ്പോ നമുക്ക് പ്രായോഗികമായിട്ടുള്ളതല്ലേ. നമുക്കൊക്കെ എത്ര കൂട്ടുകാരുണ്ടാവും, ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ടാവും. അപ്പൊ സുഹൃത്തിനെ ശരിക്കും നിർണയിക്കണം, സുഹൃത്തിനെ മനസ്സിലാക്കണം, സുഹൃത്തിനെ സമ്പാദിക്കണം. നല്ല സുഹൃത്തുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അഭയ്, എനിക്കൊരു സംശയമുണ്ട്.
ആ പറയൂ. നമ്മൾ ജനിക്കുന്ന മുന്നേ എവിടെയാ ഉണ്ടാവാ? ജനിക്കുന്നതിന് മുമ്പോ? ആ അയ്യോ, അതൊരു വല്ലാത്ത സംശയമാണല്ലോ. അതൊക്കെ ഇപ്പൊ പറഞ്ഞു തരാൻ പറ്റുമോ കുട്ടിക്ക്? നല്ലോണം പഠിക്കുക, എന്നാ മനസ്സിലാവും. ഞാൻ കേട്ടിട്ടുള്ളൊരു കഥ പറഞ്ഞുതരാം. കേട്ടിട്ടുള്ളതാ, വായിച്ചിട്ടുള്ളതൊന്നും അല്ല. കഥ ഇതാണ്. ശങ്കരാചാര്യരെ കുറിച്ച് നമുക്കൊക്കെ അറിയാലോ. ശങ്കരാചാര്യര് ചെറിയ കുഞ്ഞായപ്പോ, അന്ന് 3 വയസ്സേ ഉള്ളൂ. 3 വയസ്സുള്ള കുഞ്ഞായപ്പോ, 3 വയസ്സ്, അത്ര ചെറിയ കുഞ്ഞാ. അപ്പൊ വീടിന്റെ കുറച്ച് ദൂരെ കൂടെ ഒരു സന്യാസി നടന്നു പോണുണ്ട്. ഒരു സന്യാസി ഇങ്ങനെ നടന്നു പോവുക. അപ്പൊ ഈ കുട്ടി ഓടി ചെന്ന് ആ സന്യാസിയെ നമസ്കരിച്ചു, കാൽക്കൽ അങ്ങോട്ട് നമസ്കരിച്ചു. അപ്പൊ സന്യാസിക്ക് അത്ഭുതമായി. സാധാരണ കുട്ടികള് അമ്മയോ അച്ഛനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാലാ നമസ്കരിക്കുക. ഇത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. കുട്ടി ഓടി വന്ന് നമസ്കരിച്ചതാ. അപ്പൊ ആ സന്യാസി ചോദിച്ചു, മോനെ നീ ആരാ എന്ന് ചോദിച്ചു. ഉടനെ ഈ കുട്ടി പറഞ്ഞു, അതറിയാനാ ഞാൻ വന്നത്, ഞാൻ ആരാന്നറിയാനാ ഞാൻ വന്നത്. സന്യാസിക്ക് വലിയ സന്തോഷായി. മോനിത് അന്വേഷിച്ചോളൂ, കണ്ടുപിടിക്കാനാവൂന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ച് ശങ്കരാചാര്യർ കണ്ടുപിടിച്ചു എന്ന് മാത്രല്ല, എല്ലാ ലോകത്തിനും അത് ഉപദേശിക്കുകയും ചെയ്തു. അതുപോലെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആരായിരുന്നു, എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം ഈ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് വന്നതാണെങ്കിൽ, ഇനി അടുത്തുള്ള അമ്മയോ അച്ഛനോ ഒറ്റ ചോദിക്കു സ്വാമിയോട് എന്ന് പറഞ്ഞ് ചോദിപ്പിച്ചതാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നേരെ മറിച്ച് ഈ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് വന്ന ചോദ്യമാണെങ്കിൽ വളരെ വളരെ സന്തോഷമുണ്ട്. അത് അന്വേഷിക്കുമ്പോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് അന്വേഷിക്കാനാണ് എല്ലാ ശാസ്ത്രങ്ങളും ഉള്ളത്. എല്ലാ ശാസ്ത്രങ്ങളും അതിനു വേണ്ടിയിട്ടാ. നല്ല അന്വേഷിക്കുക. അല്ലാതെ ഇപ്പൊ ഇത്ര ചെറിയ കുട്ടിയോട് പറഞ്ഞു തരാൻ സ്വാമിക്ക് പറ്റുമോ? കുറച്ചൊന്ന് വലുതായിട്ട് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം. ഏതായാലും നമ്മൾ ഒരിക്കലും ഇല്ലാതായിട്ടില്ല, എപ്പോഴും നമ്മളുണ്ട്. ഞങ്ങളൊക്കെ കുട്ടികളാവുമ്പോ ഈ തീപ്പെട്ടി അല്ലെങ്കിൽ ചെറിയ ഈ വാഴയുടെ തട്ട മുറിച്ചുണ്ടാക്കിയിട്ടൊക്കെ ചെറിയ 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 കഷ്ണങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് അത് ഈർക്കില് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് പല രൂപങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഇന്നിപ്പോ പ്ലാസ്റ്റിക്കിൻ്റെത് കുട്ടികൾക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ക്യൂബുകളായിട്ട്, സ്ക്വയറുകളായിട്ട്, റെക്റ്റാങ്കിൾ ആയിട്ടൊക്കെ പലതരത്തിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ പല കളറുള്ളത്. അത് കുട്ടികൾ ഇങ്ങനെ അട്ടി വെച്ച് 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 വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കും. ചിലപ്പോൾ അത് കെട്ടിവെച്ചിട്ട് നീണ്ട സാധനങ്ങൾ ഉണ്ടാക്കും, പല രൂപങ്ങൾ ഉണ്ടാക്കും. നിങ്ങളൊക്കെ കളി കളിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ കളിക്കുന്നുണ്ടാവും ഇപ്പോഴും. അതിന്റെ പേരൊന്നും സ്വാമിക്ക് അറിയില്ല കേട്ടോ. മഞ്ഞ, ചുവപ്പ്, നീല എന്നൊക്കെ പറഞ്ഞ് പല കളറുള്ള പ്ലാസ്റ്റിക്കിന്റെ ചെറിയ കട്ടകൾ അതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് പൊക്കമുള്ളത് ഉണ്ടാക്കും, ചതുരമുള്ളത് ഉണ്ടാക്കും, പല ആകൃതി ഉണ്ടാക്കും. നമ്മളൊന്നും കുട്ടികളായപ്പോ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടേ ഇല്ല. ഞങ്ങളൊക്കെ കളിക്കുമ്പോ ഈ വാഴയുടെ തട്ടങ്ങനെ കൃത്യ അളവിന് മുറിച്ചിട്ട് ഈർക്കിൽ വെച്ചിട്ടാ കൂട്ടുക. അങ്ങനെ പല ആകൃതികൾ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ആകൃതി ഉണ്ടാക്കി നമ്മൾ വലിയൊരു കെട്ടിടം ഉണ്ടാക്കിയെന്ന് വെച്ചോളൂ. കുറച്ച് കഴിഞ്ഞ് ദേഷ്യം പിടിച്ച് ഒക്കെ പൊളിച്ചു കളഞ്ഞു. എന്നിട്ട് വേറൊന്നുണ്ടാക്കി. അപ്പോ ഈ കെട്ടിടം ഉണ്ടാക്കിയപ്പോ കെട്ടിടം ഉണ്ടായി, പക്ഷെ അതിന്റെ വസ്തു ആദ്യം ഉണ്ടല്ലോ, അതൊക്കെ പൊളിച്ച് വേറൊന്നാക്കി. പോകുമ്പോ പഠിക്കാം. ഭഗവാൻ തന്റെ ഗീതോപദേശത്തിൽ പറഞ്ഞു തരും, അവ്യക്താദീനി ഭൂതാനി
വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ. അല്ലേ അർജുന, ഈ കാണുന്ന ജീവജാലങ്ങളൊക്കെ ആദ്യം വ്യക്തമായിരുന്നില്ല, അവ്യക്തത്തിൽ നിന്നാ വന്നിട്ടുള്ളത്. ഇനി അവ്യക്തത്തിലേക്കാ പോവുക, നടുക്ക് കുറച്ച് വ്യക്താണെന്ന് പറയും. ഇത് കുറച്ചുകൂടി വലുതായിട്ട് ശരിക്കും പഠിക്കുക കുഞ്ഞിന്. ഇപ്പൊ സാമാന്യമായിട്ട് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് അഭയ് ആണ് ചോദിക്കേണ്ടത്. അഭയ് ആണോ ചോദിച്ചത്? അഭയ് അല്ല. അല്ല, എങ്കിൽ അഭയ് ആണ് അടുത്തത്. നമസ്തേ സ്വാമിജി. നമസ്തേ. എന്റെ സംശയം എന്ന് പറഞ്ഞാ, ഈ പാലാഴി മഥനത്തിനിടയ്ക്ക് ലക്ഷ്മി ദേവി ഒരു മാലയായിട്ട് പൊങ്ങി വരില്ലേ? ആ. അപ്പോ മഹാവിഷ്ണുവിന്റെ കഴുത്തിലാണ് ആ മാല ഇടുക. ആ. അപ്പൊ മഹാവിഷ്ണുവിനെ പതിയായിട്ട് സ്വീകരിക്കും. ആ. അപ്പൊ അതിനു മുമ്പ് തന്നെ മഹാലക്ഷ്മി മഹാവിഷ്ണുവിന്റെ പത്നി ആയിരുന്നില്ലേ എന്നാണ് എന്റെ ചോദ്യം. അപ്പൊ ഇതെങ്ങനെ ശരിയാവുക എന്നാണ് എന്റെ ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുരാണങ്ങള് ഒരുപാട് കഥകള് പുരാണങ്ങളിൽ പറഞ്ഞു തരും. ഈ കഥകള് ഇതിഹാസങ്ങളിലല്ല പറയണത്. ഇതിഹാസങ്ങള് രാമായണവും മഹാഭാരതവും അത് കഥകളല്ല, അപ്പൊ ചരിത്രങ്ങളാണ്. അതിൽ കഥകളുണ്ട് കേട്ടോ. ഇതിഹാസങ്ങളിൽ ഒരുപാട് കഥകളുണ്ട്. ഇതിഹാസങ്ങൾ കഥകളല്ല, ഇതിഹാസങ്ങളിൽ കഥകളുണ്ട്. ഏതുപോലെ നമ്മളിപ്പോ ജീവിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പല കഥകളും പറയാറുണ്ട്. അതുപോലെ ഇതിഹാസങ്ങളിൽ പലര് പറഞ്ഞ കഥകളുണ്ട്. രാമായണം എടുക്കുകയാണെങ്കിൽ രാമായണത്തിൽ ഏറ്റവും അധികം കഥകൾ പറഞ്ഞത് വിശ്വാമിത്രനാണ്. പിന്നീട് ശ്രീരാമൻ, സീത, അങ്ങനെ പലരും കഥകൾ പറയുന്നുണ്ട് രാമായണത്തിൽ, പലരും. പക്ഷെ രാമായണം എന്നുള്ളത് കഥയല്ല. എന്നാൽ പുരാണങ്ങൾ അതല്ല. പുരാണങ്ങള് കഥകളാത്. ഈ കഥകളൊക്കെ ഓരോ തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടി, തത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ള കഥകളാണ് പുരാണങ്ങളില്. അതുകൊണ്ട് നമ്മള് എങ്ങനെയാണോ കരിക്ക് കുടിക്കുമ്പോൾ കരിക്ക് നീര് കുടിച്ചിട്ട് തൊണ്ട് കളയുന്നത്, അതുപോലെ പുരാണ കഥകളുടെ തത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് കഥകൾ ഉപേക്ഷിക്കണം. അല്ലാതെ എല്ലാ കഥയെയും വെച്ചുകൊണ്ടിരുന്ന ഒരു കഥയും വേറൊരു കഥയും തമ്മിൽ വൈരുദ്ധ്യം വരും. ഇപ്പോ ശിവപുരാണത്തിൽ പറഞ്ഞ ഒന്നും ദേവി ഭാഗവതത്തിൽ പറഞ്ഞ ഒന്നും തമ്മിൽ വിരുദ്ധാവും. അല്ലെങ്കിൽ ഭാഗവതത്തിൽ പറഞ്ഞ ഒന്നും ശിവപുരാണത്തിലോ ലിംഗപുരാണത്തിലോ പറഞ്ഞതുമായിട്ട് വിരുദ്ധാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിന്റെ തത്വം സ്വീകരിക്കണം. അങ്ങനെ വരുമ്പോ അനേക കൽപ്പങ്ങൾ കഴിഞ്ഞു പോയി. കൽപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടിജാലങ്ങൾ ഉണ്ടാവുന്ന സമയമാണ്. അങ്ങനെ അനേക കൽപ്പങ്ങളില് അനേക സംഭവ പരമ്പരകൾ കഴിഞ്ഞുപോയി. ഈ സംഭവങ്ങളുടെ പുനരാവർത്തനം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ താത്വികമായിട്ട് മഹാവിഷ്ണു ലക്ഷ്മി പതിയും പത്നിയുമാണ് താത്വികമായിട്ട്. എന്നാൽ പാലാഴി കടഞ്ഞപ്പോ ലക്ഷ്മി പ്രകടായി. ലക്ഷ്മി പ്രകടായാൽ ആരെടുത്തേക്കാ ലക്ഷ്മി പോവുക? മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് തന്നെയാ പോവുക. അത് ഓരോ കൽപ്പത്തിലും സംഭവിക്കും, ഓരോ കൽപ്പത്തിലും സംഭവിക്കും. അതുകൊണ്ട് ഈ രീതിയിൽ സമുദ്രത്തിൽ നിന്ന് ജലരാശി പുറത്തേക്ക് വന്നു, നീരാവിയായിട്ട് പൊങ്ങി, മേഘമായിട്ട് രൂപപ്പെട്ടു. ആ മേഘം മഴയായിട്ട് പെയ്തു, ആ മഴ അരുവികളായി തീർന്നു, ആ അരുവികൾ നദികളായി അതേ സമുദ്രത്തിലെത്തി. ഇതിങ്ങനെ കറങ്ങും. ഈ കറക്കത്തിൽ ലക്ഷ്മി വിഷ്ണുവെ പ്രാപിക്കും. അത്രയേ ഉള്ളൂ. അതിൽ കവിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ വൈരുദ്ധ്യം വരും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുക, പുരാണങ്ങളിൽ നിന്ന്, കഥകളിൽ നിന്ന് അതിന്റെ തത്വം മനസ്സിലാക്കിയിട്ട് കഥാംശത്തെ നമുക്ക് മാറ്റാൻ കഴിയണം. അല്ലെങ്കിൽ കഥകൾ വെച്ചുകൊണ്ടിരുന്ന ആകെ വൈരുദ്ധ്യം വരും. ഇതിപ്പോ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഈ ശിവന്റെ വിവാഹത്തിന് ഗണപതി ഹവനം കഴിച്ചു അത്രേ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ശിവന്റെ മകനായിട്ടല്ലേ ഗണപതി ഉണ്ടായത്.
അപ്പൊ വിഘ്നേശൻ എപ്പോഴും ഉണ്ട്. ആ വിഘ്നേശന്റെ പൂജയും എപ്പോഴും ഉണ്ട്. ആ വിഘ്നേശൻ തന്നെയാണ് വീണ്ടും 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 ശിവപുത്രനായിട്ട് വരുന്നത്. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എത്ര കൽപ്പങ്ങൾ കഴിഞ്ഞു, എത്രയോ കൽപ്പങ്ങൾ കഴിഞ്ഞു. ഇനി എത്ര കൽപ്പങ്ങളുണ്ട് നമുക്കറിയില്ല. ഇത് അനാദ്യ അനന്തമായി തുടരുന്ന കാലത്തിന്റെ ചക്രഗതിയാണ്. അടുത്തത് സാന്ദ്രയാണ്. അടുത്തത് സാന്ദ്ര അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കും. നമസ്തേ സ്വാമിജി. നമസ്തേ. നമസ്തേ. സ്വാമിജി, എന്തുകൊണ്ടാണ് പേടി ഉണ്ടാവണത് രാത്രി ഒറ്റയ്ക്ക് കിടക്കാനും പിന്നെ പരീക്ഷയൊക്കെ ആവുമ്പോഴും? അതൊന്നും സാരല്ല, അതൊന്നും സാരല്ല. പേടിയൊക്കെ ഉണ്ടാവണം കുറച്ച്. പക്ഷേ പേടിയൊക്കെ നമ്മള് വേണ്ടതുപോലെ അതിനെ കൈകാര്യം ചെയ്ത് നിയന്ത്രിച്ച് പേടിയെ തോൽപ്പിക്കാൻ കഴിയണം. പേടിയെ തോൽപ്പിക്കാൻ കഴിയണം. എന്തുകൊണ്ടാ പേടി ഉണ്ടാവണേ? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതാ. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ സംസ്കാരങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തന്നെ അറിയില്ല. ഒരുപാടുണ്ട്. ഒരുപാടുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഭാവങ്ങളുണ്ട്. അവ ഓരോ സന്ദർഭത്തിൽ പുറത്തു വരും. അടിസ്ഥാനമായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഏറ്റവും സ്നേഹം നമ്മളോട് തന്നെയാണ്. നമ്മൾ വിചാരിക്കും അമ്മയോടാണ്, അച്ഛനോടാണ്, അല്ലെങ്കിൽ അച്ഛന് മോളോടാണ്, മോനോടാണെന്നൊക്കെ വിചാരിക്കും. ഒക്കെ ശരിയാ, ഇല്ല എന്നൊന്നും പറയണില്ല. പക്ഷെ നമുക്ക് ഏറ്റവും സ്നേഹം നമ്മളോട് തന്നെയാണ്. അല്ലേന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എനിക്ക് എന്നോട് ഏറ്റവും സ്നേഹം. അപ്പൊ അങ്ങനെ ഈ ഒരു എന്നോടുള്ള സ്നേഹം ശരിയായ ഭാവത്തിൽ അതിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉണ്ടാവണം, ഞാൻ ഒരിക്കലും ഇല്ലാതാവരുതേന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ ഉണ്ടാവണം, ഞാൻ ഇല്ലാതാവരുതേ. ഞാനേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ ഒരു പ്രശ്നവുമില്ല. പക്ഷേ എന്റെ ചുറ്റും പലതും ഉണ്ട്, പലരും ഉണ്ട്, പലതുണ്ട്, പലരും ഉണ്ട്. ഈ പലതും പലരും എനിക്ക് പ്രതികൂലമായി വന്നാൽ ഞാൻ ഇല്ലാണ്ടായി പോകും. നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഈ പറയണത്. എന്റെ ചുറ്റുപാടുള്ള പലര് അഥവാ പലത് എനിക്ക് പ്രതികൂലമായി വന്നാൽ അവരെന്നെ നശിപ്പിക്കും. അപ്പൊ ഞാൻ ഇല്ലാണ്ടായി പോകും. അപ്പൊ എന്റെ പ്രാർത്ഥന എന്താ? ഞാൻ എപ്പോഴും ഉണ്ടാവണേന്നാ. കാരണം എനിക്ക് ഏറ്റവും സ്നേഹം എന്നോടാ. അപ്പൊ എന്നിൽ നിന്ന് ഭിന്നമായിട്ടുള്ള എന്തോ ഒന്ന്, അത് കാറ്റായിരിക്കാം, അത് മഴയായിരിക്കാം, അത് മിന്നലായിരിക്കാം, അത് തീയായിരിക്കാം, അല്ലെങ്കിൽ അത് ശത്രുക്കളായിരിക്കാം, അത് മൃഗങ്ങളായിരിക്കാം. അങ്ങനെ പലതും എന്നിൽ നിന്ന് ഭിന്നമായ ഒന്ന്, അത് എന്നെ ഇല്ലാതാക്കും. ഇതാണ് എന്റെ പേടിയുടെ അടിസ്ഥാനം. ഈ ചിന്തയിൽ നിന്ന്, മറ്റൊന്നെന്നെ ഇല്ലാതാക്കും എന്നുള്ള ചിന്തയിൽ നിന്ന് നമുക്ക് ഭയം ഉണ്ടാവും. അതാണ് രണ്ടാമതൊന്നിൽ നിന്നാണ് ഭയം എന്ന് ഋഷിമാര് നമ്മളോട് പറഞ്ഞു തരും. രണ്ടാമതൊന്നിൽ നിന്നാണ് ഭയം. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മള് പല കഥകളും കേട്ടിട്ടുണ്ട്. പല കഥകള്, മുത്തശ്ശി കഥകൾ കേട്ടിട്ടുണ്ട്, സിനിമകള്, നാടകങ്ങളൊക്കെ കണ്ടിട്ട് അതിൽ നിന്ന് പല കഥകളും നമ്മുടെ ഉള്ളിലുണ്ട്. കൂട്ടുകാരുമായിട്ട് സംഭാഷണം ചെയ്തിട്ട് പലതും ഉണ്ട്, പുസ്തകങ്ങൾ വായിച്ചിട്ട് പലതും ഉണ്ട്. അങ്ങനെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുക രാത്രിയില് ഇരുട്ടായി കഴിഞ്ഞ പലരും ഉണ്ട്. അങ്ങനെ കുട്ടികളാവുമ്പം പ്രേതങ്ങളും ഭൂതങ്ങളും പിശാചുക്കളും ഒക്കെ നമ്മളെ കൂടെ ഉണ്ടാവും കുട്ടികളാവുമ്പോ. എന്താ കാരണം? അതൊന്നും ഇല്ലേ. അങ്ങനെ പ്രേതമുണ്ടോ, ഭൂതമുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. പിശാചുണ്ടോ? പിശാച് എന്ന് പറഞ്ഞാൽ ഇറച്ചി തിന്നണവരൊക്കെ പിശാചുക്കളാ. പിശിതം അശ്നന്തി എന്നാണ് പിശാചിന്റെ അർത്ഥം.
ഇറച്ചി തിന്ന ആ ഇറച്ചി തിന്നുന്ന ആൾക്കാരൊക്കെ പിശാച. ഭൂതം എന്ന് പറഞ്ഞ അർത്ഥം ബഭൂവ, അഭൂത്, ഉണ്ടായതൊക്കെ ഭൂത. അപ്പൊ നമ്മളൊക്കെ ഭൂത. സ്വാമി ഒരു ഭൂത. ഒരു ഭൂതാപ്പ നിങ്ങളോട് പറയണത് മനസ്സിലാക്കുക. പ്രേതം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മരിച്ചാൽ പ്രേതാവും. പിന്നെ അത് എടുത്തിട്ട് ദഹിപ്പിക്കും. പ്രേതത്തെ എടുത്ത് കൊണ്ടുപോയിട്ട് തീയിൽ വെച്ച് ദഹിപ്പിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ. അതിൽ കവിഞ്ഞ് പേടിക്കാനൊന്നുമില്ല. പക്ഷേ ഈ കഥകളൊന്നും അങ്ങനെയല്ലല്ലോ. അപ്പൊ മുത്തശ്ശി കഥകളില്, പുസ്തകങ്ങളില്, സിനിമകളിലൊക്കെ തെറ്റായ പലതും നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മുടെ തലയിലുണ്ടാവും. അപ്പൊ പുറത്തൊന്നും കാണിക്കില്ല കേട്ടോ, ഞാൻ വലിയ ധീരനാന്നാ കാണിക്കുക. പക്ഷേ ഒറ്റയ്ക്കാവുമ്പോ, ഇരുട്ടാവുമ്പോ ഇത് ഓരോന്ന് മനസ്സിന്ന് പൊന്തി വരും. അപ്പൊ അവിടെ പേടി, ഇവിടെ പേടി, അവിടെ ആരുണ്ടോ, ഇവിടെ ആരുണ്ടോ എന്ന് പേടിയായി. എന്തിനാ പേടി? അതവിടെ ഉണ്ടെങ്കിൽ നമുക്കൊരു പേടിയില്ല. പക്ഷെ അതെന്നെ കീഴ്പ്പെടുത്തുന്ന പേടി, അതെന്നെ ഇല്ലാതാക്കുന്ന പേടി. മനസ്സിലാക്കുക. അപ്പൊ ആദ്യം എന്ത് വേണം? അങ്ങനെയൊന്നും ഇല്ലാന്ന് അങ്ങോട്ട് മനസ്സിലാക്കണം. ഇതൊക്കെ കഥകളാണ്, ഇതൊക്കെ വിഡ്ഢിത്തരങ്ങൾ പറയുകയാണ് എന്ന് മനസ്സിലാക്കണം. ഇനി ഉണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാരെയും ജയിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം ഏതാ? സ്നേഹമാണ്. സ്നേഹം കൊണ്ട് ജയിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ഇപ്പൊ ഒരാൾ പറഞ്ഞു, ഏയ് സാന്ദ്രേ, ഞാൻ പ്രേതാട്ടുവോ, ഞാൻ നിന്റെ അടുത്തേക്ക് പ്രേതായിട്ട് വന്നിരിക്കുക. അപ്പൊ പ്രേതത്തോട് പറയാം, എനിക്ക് നിന്നോട് സ്നേഹമുണ്ടോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു എന്ന് പറയാം. അപ്പൊ പോയി, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പൊ ഒരു കൂട്ടുകാരായി. കൂട്ടുകാർ പിന്നെ പ്രശ്നമില്ലല്ലോ. ചിന്തിക്കുക. കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞു, എനിക്ക് പേടിയാവണു സ്വാമീനെ കണ്ടിട്ടെന്ന്. ഒരു 3-4 ദിവസം മുമ്പ്. അത് ഈ താടിയൊക്കെ എങ്ങനെയായിട്ടേ ആ കുട്ടി കണ്ടത് മൊട്ടയായിട്ടാ, ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ കണ്ടു നോക്കുമ്പോ സ്വാമീനെ കണ്ട് എനിക്ക് പേടിയാവണു പറഞ്ഞു. കുറച്ചു നേരം ഞാൻ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിച്ചു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇപ്പൊ പേടിയുണ്ടോ? ഇല്ല, പേടി മാറി. നോക്കണേ, ഇപ്പൊ സ്നേഹം കൊണ്ട് പേടി മാറിയില്ലേ? സ്നേഹിച്ച പേടിയൊക്കെ മാറും. പിന്നെ വേറൊരു പേടിയുണ്ട്, പരീക്ഷ പേടി. പരീക്ഷ പേടി എന്താ? ആ പരീക്ഷ എന്നെ തോൽപ്പിക്കുമെന്നാ പേടി, അല്ലാതെ പരീക്ഷനെ പേടിയില്ല. പരീക്ഷയെ തോൽപ്പിക്കാൻ കഴിയുന്നവർക്ക് പരീക്ഷനെ പേടി ഉണ്ടാവുമോ? ഇല്ല. പരീക്ഷയെ തോൽപ്പിക്കാൻ കഴിയുന്ന ആൾക്ക് പരീക്ഷനെ പേടി ഉണ്ടാവില്ല. പരീക്ഷ ത്രില്ലാണ്. പരീക്ഷ വരുന്നു, ഞാൻ ഒന്നാമതാവും. പരീക്ഷ വരുന്നു, ഞാൻ ഒന്നാമതാവും. ഞാൻ പരീക്ഷയെ തോൽപ്പിക്കുന്ന. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാത്തിനെയും ഫേസ് ചെയ്യാനുള്ള തൻ്റെ ഇടം ഉണ്ടാവുക. പരീക്ഷയാണോ? ഒന്ന് ഫേസ് ചെയ്യാം, നോക്കാം. പ്രേതാണോ? നോക്കാം. ഇനി ഒരാൾ അടിക്കാൻ വേണ്ടി വരികയാണോ? നോക്കാം. ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനെയും ഫേസ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. അതാണ് വളർത്തേണ്ടത്. അങ്ങനെ ജീവിതത്തില് നമുക്ക് വരുന്ന അഭിമുഖീകരിക്കാനുള്ള കഴിവുണ്ടായി കഴിഞ്ഞാൽ ഒന്നും നമ്മളെ പേടിപ്പിക്കില്ല, ഒന്നും. അതുകൊണ്ട് നമ്മൾ എന്താ വളർത്തേണ്ടത് വെച്ചാൽ മോളെ, ജീവിതത്തിൽ വരുന്ന എല്ലാത്തിനെയും ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട്, ഒന്നിൽ നിന്ന് ഒളിച്ചോടരുത്. അഭിമുഖീകരിക്കാനുള്ള കഴിവ് വളർത്തുക. ആ കഴിവ് വളർത്തി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പിന്നെ ഇന്നലെ വരെ നമ്മളെ പേടിപ്പിച്ച ആൾക്കാർ ഇന്ന് പേടിപ്പിക്കില്ല. ഇപ്പൊ ചിലപ്പോ ചില ആൾക്കാർ മുഖം മൂടിയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കാകെ പേടിയാവും. അങ്ങനത്തെ മുഖം മൂടികളൊക്കെ ഇപ്പൊ കിട്ടാനുണ്ട്. ഫേസ് ചെയ്യുക. ആ മുഖം മൂടി ഒന്ന് മാറ്റി വെക്കുക. അപ്പൊ കാണാം നമ്മുടെ കൂട്ടുകാരൻ അതിന്റെ ഉള്ളില്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനാണ്, അല്ലെങ്കിൽ നമ്മുടെ അമ്മയാന്ന് മനസ്സിലാവും. ഫേസ് ചെയ്യുക മാത്രമേ വഴിയുള്ളൂ. അതിൽ ചില രോഗങ്ങൾ വരും നമുക്ക്. അയ്യോ എനിക്ക് ഈ രോഗം വന്നു പറഞ്ഞ് പേടിച്ചാൽ എന്താ കാര്യം? ഒരു കാര്യമില്ല. ഫേസ് ചെയ്യാം. ഞാൻ അതിനെ അഭിമുഖീകരിക്കുന്നു. ഇങ്ങനെ ജീവിതത്തിൽ വരുന്ന എന്തിനേയും അഭിമുഖീകരിക്കാനുള്ള തൻ്റെ ഇടമാണ് നമ്മൾ ചെറുപ്പത്തിലെ വളർത്തേണ്ടത്. ഇതാണ് പറയാനുള്ളത്. ഇനി അടുത്ത ആളെ വിളിക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ചോദ്യമുണ്ട്. ആ ചോദ്യം എഴുതിയതാണ്, എഴുതി അയച്ചതാണ്. നമസ്തേ സ്വാമിജി, ഒരു നല്ല സുഹൃത്തായിരിക്കാൻ നമ്മൾ മനസ്സിനെ എങ്ങനെ പരിശീലനം ചെയ്യണം, അഥവാ മനസ്സ് എങ്ങനെ ഒരുക്കണം? ഇതാണ്. ഇത് വളരെ പ്രധാനമാണ്. ഒരു നല്ല സുഹൃത്തായിട്ട് ഇരിക്കാൻ നമ്മൾ മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്തണം? ഒന്ന്,
നമ്മുടെ സ്വയം മനസ്സ് നമുക്ക് സുഹൃത്തായിരിക്കാൻ. 2, നമ്മൾ ലോകത്തിന് മറ്റുള്ളവർക്ക് സുഹൃത്തായിരിക്കാൻ. 3, നല്ല സുഹൃത്തിനെ നമുക്ക് ലഭിക്കാൻ. ഇതിനൊക്കെ നമ്മൾ എങ്ങനെ പാകപ്പെടുത്തണം മനസ്സിനെ? വലിയ ചോദ്യമാണ്, വലിയ ചോദ്യമാണ്. ഇവിടെ ആദ്യം പറയാനുള്ളത്, നമ്മുടെയൊക്കെ ഒരു ഞാൻ എന്നുള്ള ഭാവം ഉണ്ടല്ലോ, ഞാൻ ഇതേപോലെയാണ് മറ്റൊരാളുടെ ഞാൻ എന്ന ഭാവവും, ഒരാളുടെ ഞാൻ എന്ന ഭാവവും. ഈ ഞാൻ എന്നുള്ള അസ്തിത്വം എന്നിലും നിന്നിലും അവനിലും അവളിലും ഒന്നാണ്. ഇങ്ങനെ പോകുമ്പോ ഒരു മുതിർന്ന വയോവൃദ്ധനായാലും ഒരു കൊച്ചു കുഞ്ഞായാലും അവരിലുള്ള ഞാൻ എന്നുള്ള അസ്തിത്വം എന്നിൽ ഞാൻ എന്നുള്ള അതേ അസ്തിത്വമാണ് എന്ന തിരിച്ചറിവുണ്ടാവുക. ആ തിരിച്ചറിവുണ്ടാവുമ്പോൾ നമുക്ക് എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കാൻ കഴിയും. പുറത്ത് നമ്മൾ എല്ലാവരും ഒരുപോലെ ബഹുമാനം പ്രകടിപ്പിച്ചെന്ന് വരില്ല. ഇപ്പൊ അച്ഛൻ മകനെ ബഹുമാനം പ്രകടിപ്പിച്ചാൽ അത് ദോഷ. പക്ഷെ അച്ഛൻ്റെ ഉള്ളിൽ മകനോട് ബഹുമാനം വേണം. പ്രകടിപ്പിക്കില്ല, പക്ഷെ ഉണ്ടാവും. കാരണം ഞാനാകുന്ന വ്യക്തി തന്നെയാണ് അയാൾ. ആ ഇൻഡിവിജ്വാലിറ്റി എല്ലാവരിലും തുല്യമാണ്. ഇങ്ങനെ വരുമ്പോ നമ്മൾ എല്ലാത്തിനെയും അംഗീകരിക്കാൻ പഠിക്കും, എല്ലാത്തിനെയും ആദരിക്കാൻ പഠിക്കും ഉള്ളുകൊണ്ട്. ഈ ആദരവ് ഉള്ളിലുണ്ടെങ്കിൽ അതാണ് നല്ല സുഹൃത്തായി തീരാനുള്ള ഒന്നാമത്തെ ചവിട്ടുപടി. അതുകൊണ്ട് സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം, സർവഭൂതങ്ങളിലും സമഭാവത്തിൽ ഉണ്മ, അസ്തിത്വം, എക്സിസ്റ്റൻസ് നിലകൊള്ളുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടാവുക. അപ്പോൾ നമ്മൾ ഒന്നിനെ നിന്ദിക്കില്ല, ഒന്നിനെ നിന്ദിക്കില്ല. അതാണ് ഒന്ന്. 2, നമുക്കൊക്കെ വന്നു ചേരുന്നത് നമ്മൾ അർത്ഥിക്കുന്നതല്ല, അർഹിക്കുന്നതാണ്. അപ്പൊ അർഹതയ്ക്കനുസരിച്ച് വന്നു ചേരും, അർഹതയ്ക്കനുസരിച്ചേ വന്നു ചേരാൻ പാടുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അപ്പൊ നമ്മൾ അമിതമായി പ്രതീക്ഷിക്കില്ല, അമിതമായി ആശിക്കില്ല. എന്നല്ല, കൂടുതൽ നേടാൻ വേണ്ടി പരിശ്രമിക്കും. കാരണം പരിശ്രമിക്കുന്നതിലൂടെ അല്ലേ അർഹത ഉണ്ടാക്കാൻ പറ്റൂ. ചിന്തിക്കുക. പിന്നെ നമ്മള് ചുറ്റുപാടിനെ, വ്യക്തികളെ, ഇടപഴകുന്ന സാഹചര്യങ്ങളെ ഒക്കെ ശരിക്ക് നിരീക്ഷിക്കണം, ഒബ്സർവ് ചെയ്യണം, ശരിക്ക് നിരീക്ഷിക്കണം. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഓരോ വ്യക്തിയും നമ്മളോട് ചെയ്യുന്ന പെരുമാറ്റം എങ്ങനെ, നമ്മളൊരു പനിനീർപ്പൂ നമ്മൾ എടുക്കാൻ പോവുകയാണ്. ആ പനിനീർപ്പൂ എടുക്കാൻ വേണ്ടി പനിനീർ ചെടിയുടെ അടുത്ത് പോകുമ്പോൾ അതിൽ മുള്ളുകളുണ്ട്. ആ മുള്ളുകൾ കയ്യിൽ തറയ്ക്കാതെയാണ് നമ്മൾ പനിനീർപ്പൂ പൊട്ടിക്കുന്നത്. ചിന്തിക്കുക. ഇതുപോലെ മുള്ളും പുഷ്പവും ഇടകലർന്നതാണ് സമൂഹം, മുള്ളും പുഷ്പവും ഇടകലർന്നതാണ് വ്യക്തികൾ. വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഞാനും നീയും അവനും അവളും എല്ലാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഒരിക്കലും മുള്ളില്ലാത്ത ആളാണ്, ഞാൻ പൂ മാത്രമുള്ള ആളാണ്, ബാക്കിയുള്ളവരൊക്കെ മുള്ളും പൂവും ഉള്ളതാണ്. അങ്ങനെയല്ല, എല്ലാവരിലും മുള്ളും പൂവും രണ്ടും ഉണ്ട്. ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കി ശരിക്ക് നിരീക്ഷിച്ച് ജീവിക്കാൻ പഠിച്ചാൽ ക്രമേണ നമുക്ക് ഈ പുഷ്പം എന്നുള്ള അംശത്തെ കൂടുതൽ കാണാനും ഉൾക്കൊള്ളാനും മുള്ള് എന്ന അംശത്താൽ ബാധിക്കപ്പെടാതിരിക്കാനും കഴിയും. അതിന് നിരീക്ഷണമാണ് ഏറ്റവും വേണ്ടത്. ഈ ലോകത്തെ നിരീക്ഷിക്കുക. ഈ ശക്തി നമ്മളിൽ വളർത്താൻ വേണ്ടിയിട്ട് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് സാഹിത്യം.
അപ്പൊ നല്ല പോലെ വായനാശീലം വളർത്തുക. കഥകളായാലും നോവലുകളായാലും തത്വചിന്താപരമായതായാലും ശാസ്ത്രമായാലും ഇന്നതെന്ന് പറയുന്നില്ല. അർത്ഥശാസ്ത്രം, കാമശാസ്ത്രം, പരമാവധി ഈ പ്രായത്തില് നമ്മൾ പരമാവധി വായന വർദ്ധിപ്പിക്കണം. വായനയിലൂടെ വലുതായി ചിന്തിക്കാൻ കഴിവുള്ളവരുടെ പങ്കുവെക്കലുകൾ നമുക്ക് ലഭിക്കും. ഇപ്പൊ ക്ലാസ് റൂമിലെ പുസ്തകങ്ങൾ മാത്രം വായിച്ചാൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ലഭിക്കും. ഇൻഫർമേഷൻ കൊണ്ട് മനുഷ്യനാവുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിലെ മാനവികത വികസിക്കണമെങ്കിൽ സാഹിത്യത്തിലേക്ക് പോകണം, തത്വചിന്തയിലേക്ക് പോകണം, വിവിധ രാഷ്ട്രീയ മീമാംസകളിലേക്ക് പോകണം. ഇങ്ങനെ നമ്മൾ ലിറ്ററേച്ചർ എന്നോ സോഷ്യോളജി എന്നൊക്കെ അങ്ങനെ വിഭജിച്ച് പറയാവുന്ന മേഖലകളിലേക്ക്, അതുപോലെ ചരിത്ര പഠനത്തിലേക്ക് ഒക്കെ ആവുന്ന രീതിയിൽ കുറച്ച് പ്രവേശിക്കുക. വായനാശീലം വളർത്തിയെടുക്കുക. അങ്ങനെ വായിക്കുന്ന സമയത്ത് അതിന്റെ സാരം മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമുക്ക് നല്ല ഷാർപ്പായിരിക്കണം നമ്മുടെ ബുദ്ധി. അതിനേറ്റവും നല്ലതാണ് ദിവസവും കുറച്ചു നേരമെങ്കിലും ജപിക്കുക. ഇഷ്ടമുള്ള എന്തെങ്കിലും നാമം, എന്തെങ്കിലും മന്ത്രം ദിവസവും കുറച്ച് ജപിക്കുക. അങ്ങനെ ജപിക്കുമ്പോൾ നമുക്ക് ബുദ്ധിക്ക് നല്ല സൂക്ഷ്മത ലഭിക്കും. അപ്പൊ സാരം വേർതിരിച്ചെടുക്കാനുള്ള കഴിവ് വർദ്ധിക്കും. അങ്ങനെ നല്ല നിരീക്ഷണ പാഠമുണ്ടായി. പിന്നെ ഇതിന്റെ ഒക്കെ മുമ്പ് നേരത്തെ പറഞ്ഞ ഓർമ്മിക്കണം, അത് ആവർത്തിക്കാഞ്ഞതാണ്. ഏറ്റവും വലിയ സുഹൃത്ത് നമ്മുടെ ഉള്ളിലുണ്ട്. ആ സുഹൃത്ത് നിർദ്ദേശിക്കും. ആ സുഹൃത്തിന്റെ നിർദ്ദേശങ്ങൾ ശുദ്ധമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോ അകത്തുള്ള ആ സുഹൃത്തിന്റെ നിർദ്ദേശം നമ്മൾ നല്ലപോലെ പാലിച്ചാൽ നമുക്ക് നല്ല സുഹൃത്തായി മാറാൻ പറ്റും, നല്ല സുഹൃത്തുക്കളെ നേടാൻ പറ്റും. പക്ഷേ അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരാശയം, ഈ മനസ്സാക്ഷിയാകുന്ന സുഹൃത്ത് ഉപദേശിക്കുന്നത് നമ്മൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, പരിഗണിക്കുന്നില്ലെങ്കിൽ പിന്നെ അയാൾ ഉപദേശിക്കാതെയാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വിഷയത്തില് അരുത് 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 എന്ന് ഒരു 5 പ്രാവശ്യം മനസാക്ഷി പറഞ്ഞിട്ട് നമ്മളത് കേൾക്കാതെ അത് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. 6ാമത് പറഞ്ഞു തരില്ല, അത് പറയാണ്ടാവും. അപ്പൊ അതുകൊണ്ട് പറയാണ്, ഈ മനസാക്ഷി പറയണത് ശരിക്ക് കേട്ട് അനുസരിക്കാൻ പഠിക്കണം. അപ്പോഴേ അത് കൂടുതൽ കൂടുതൽ പറഞ്ഞു തരുള്ളൂ. അപ്പോഴേ നമുക്ക് തന്നെ ബന്ധുവാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തന്നെ ശത്രുവാവും, സ്വയം ശത്രുവാവും. ഇത് വളരെ ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് ആത്മാറാം. ആത്മാറാം, നമസ്തേ സ്വാമിജി. നമസ്തേ. സ്വാമിജി, എന്റെ ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില്, നമ്മള് കൂടുതലായിട്ട് കുറെ കേട്ടിട്ടുണ്ട് മഹാബലിയെയും വാമനെയും പറ്റിയിട്ട്. അന്നേരം വാമനൻ മഹാബലിയെ അനുഗ്രഹിച്ചു. അതിന്റെ അപ്പുറം വാമനൻ മഹാബലിക്ക് ഒരു വരം കൊടുത്തിരുന്നു, അടുത്ത സാവർണി മന്വന്തരത്തില് ഇന്ദ്രസ്ഥാനം നൽകുക. ഈ സാവർണി മന്വന്തരം എന്ന് പറഞ്ഞാല് അതിന് നമ്മുടെ ഭാരതീയ പരമായിട്ടുള്ള ഒരു ദിനം ഉണ്ടോ, അങ്ങനെ ഒരു കാലമുണ്ടോ? ഇവിടെ അടുത്ത മന്വന്തരാണ് മഹാബലി ഇന്ദ്രനാവുന്ന മന്വന്തരം. അപ്പൊ മന്വന്തരത്തിന്റെ കാലം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബ്രാഹ്മ ദിവസത്തില്, ബ്രാഹ്മ ദിവസം എന്ന് പറഞ്ഞാൽ 1000 ദിവ്യവർഷം. 1000 ദിവ്യവർഷം അതായത് നമ്മുടെ കണക്കിലേക്ക് മാറ്റിയാല് 12,000 × 1000. അപ്പൊ നമ്മുടെ 12,000, ഒന്നും കൂടി പറയാം,
ദിവ്യവർഷം ആദ്യം കണക്കൂട്ടണം. എങ്ങനെയാ ദിവ്യവർഷം കണക്കൂട്ടുക? വർഷം നമ്മുടെ വർഷം ഇൻറ്റു 360, അതാണ് ദിവ്യവർഷം. ഒരു പെന്നും കടലാസും എടുത്ത് കൂട്ടണം. അപ്പൊ നമ്മുടെ വർഷം ഇൻറ്റു 360, അതാണ് ഒരു ദിവ്യവർഷം. അങ്ങനത്തെ 12,000 ഒരു യുഗം, അതായത് ഒരു മഹായുഗം. ഇൻറ്റു 1000, അതാണ് ഒരു ബ്രഹ്മാവിന്റെ പകല്, കൽപ്പകാലം. ഈ സമയത്ത് 14 ഇന്ദ്രന്മാര് വന്നു പോകും. 14. അപ്പൊ ഡിവൈഡഡ് ബൈ 14. ഒന്നുകൂടി പറയാം, 360 ഇൻറ്റു 12,000 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 14. ഇതാണ് ഒരു ഇന്ദ്രന്റെ കാലം. ഇപ്പോ ഈ മന്വന്തരത്തില്, അതായത് ശ്വേത വാരാഹ കൽപ്പത്തില്, വൈവസ്വത മന്വന്തരത്തില് 28ാമത്തെ ചതുർയുഗമായിട്ടേ ഉള്ളൂ. ഇപ്പോ 28ാമത്തെ ചതുർയുഗമായിട്ടേ ഉള്ളൂ. 27 ചതുർയുഗം കഴിഞ്ഞു. ഇനി 28ാമത്തെ ചതുർയുഗത്തിന്റെ അവസാന പാദമാണ് കലിയുഗം. ഇത് കഴിഞ്ഞ വീണ്ടും അടുത്താവും, 29 അങ്ങനെ ആയിട്ട് 1000 ആവണം. അപ്പോഴാണ് ഈ കൽപ്പം കഴിയുന്നത്. അപ്പൊ ഒന്ന് കണക്കൂട്ടി നോക്കൂ. കണക്കൂട്ടിയാൽ മനസ്സിലാവും. 1000 ഡിവൈഡഡ് ബൈ 14 71 പോയിന്റോ മറ്റോ കിട്ടും. അപ്പൊ 28 കഴിഞ്ഞ് ഇനിയുണ്ട് 43ഓളം ചതുർയുഗങ്ങൾ കടക്കാൻ. അത്രയും ചതുർയുഗങ്ങൾ കടക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ഇന്ദ്രൻ വെക്കേറ്റ് ചെയ്തിട്ട് അടുത്ത ഇന്ദ്രൻ കയറുക. അപ്പോഴാണ് മനു പോയിട്ട് അടുത്ത മനു കയറുക. ഇന്ദ്രനും മനു ഒക്കെ ഒരേ സമയത്താണ് അധികാരം മാറുക. അപ്പൊ അത്രയും കൊല്ലം കഴിഞ്ഞാലാണ് ഈ മഹാബലി വാമനന്റെ അനുഗ്രഹം അനുസരിച്ച് ദേവേന്ദ്രനായിട്ട് കയറുക. അതുവരെ സുതലത്തില്, പാതാളത്തിലല്ല, സുതലത്തില് എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് കഴിയുന്നുണ്ടെന്നാണ് ഇതൊക്കെ പറയണതാണ്. പുരാണങ്ങളിലുള്ളതാണ്. പുരാണങ്ങളില് കഥാംശങ്ങളാണ് കൂടുതൽ. ആ കഥകളൊക്കെ തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും പുരാണ കഥകളിൽ ഇങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞു കാണുന്നത്. ആത്മാറാമിനെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരൊറ്റ സംശയം കൂടെ. എന്താണ്? അടുത്തായി സാവർണി മന്വന്തരത്തില് ഇന്ദ്രനാവാൻ പോകുന്നത് മഹാബലി. അന്നേരം ഇപ്പോ ഉള്ള ഇന്ദ്രന്റെ പേരെന്താണ്? അയ്യോ, പേരൊക്കെ മാറുമായിരിക്കും. അത് സ്വാമിക്ക് അറിയില്ല. നോക്കി പറഞ്ഞായിരുന്നു. എനിക്കറിയില്ല. പേര് മാറും. ഒരു സ്ഥാനത്ത് എത്തുമ്പോഴത്തേക്ക് ആളുടെ പേര് മാറും. പേര് മാറ്റും. അതിപ്പോ ഓരോ സ്ഥാനത്ത് രാജാവായിട്ട് അഭിഷേകം ചെയ്ത് കഴിഞ്ഞാല് രാജാവിന്റെ പേര് മാത്രമല്ല പറയുക, വേറെ ഒരുപാട് കൂട്ടിച്ചേർത്ത് പിന്നെ ആ പേരും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാ പറയുക. അങ്ങനെ ഉണ്ടാവും. അഭിഷേക സമയത്ത് പേര് മാറ്റും. പക്ഷെ അതിൽ മുൻ പേരിന്റെ ഒരു അംശം ഉണ്ടാവും. അത്രേ പറയാൻ അറിയുള്ളൂ. അതിൽ കൂടുതൽ അറിയില്ല. മഹേഷ് 8:30 മണിയായി. അപ്പൊ നമുക്ക് ഇതും കൂടി ചോദിച്ചാൽ മതി. എന്നിട്ട് പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം ആവാം. ഇനി ചോദ്യം ചോദിക്കാനുള്ളവര് 2 പേര് കൈ ഉയർത്തിയിട്ടുണ്ട്. അത് അടുത്ത പ്രാവശ്യം. മഹേഷ്, ഉമാദേവി, രമാദേവി. ആരാണ് ചോദിക്കണത്? സ്വാമിജി നമസ്തേ. നമസ്തേ. നമസ്തേ, പറയൂ. ഉത്തമ സുഹൃത്തിനെ എങ്ങനെയാ കണ്ടുപിടിക്കുക? അയ്യോ, നേരത്തെ പറഞ്ഞില്ലേ, ഉത്തമ സുഹൃത്ത്, ഏറ്റവും വലിയ സുഹൃത്ത് നമ്മുടെ ഉള്ളിലുണ്ട്. അയാളെ നമുക്ക് കാണിച്ചു തരും. പിന്നെ നിരീക്ഷിക്കണം എന്ന് പറഞ്ഞു. ശരിക്കും നിരീക്ഷിക്കണം. കാരണം നമ്മളിൽ നിന്ന് പലതും ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടോ
നമ്മിൽ നിന്ന് നേടാൻ വേണ്ടിയിട്ടോ കൂടെ കൂടുന്നവര് സുഹൃത്തായിക്കൊള്ളണം എന്നില്ല, മിത്രമായിരിക്കും. അത് നമുക്ക് ചെറിയൊരു വിഷയം പറയാം. നമ്മൾ സാധാരണ മലയാളത്തിലും സംസ്കൃതത്തിലും, മലയാളത്തിലുള്ള ഭൂരിഭാഗം പദങ്ങളും സംസ്കൃത പദങ്ങളാണല്ലോ, സ്നേഹം എന്നും കാമം എന്നും പറയാറുണ്ട്. അല്ലെങ്കിൽ പ്രേമം, കാമം ഇങ്ങനെ പറയാറുണ്ട്. പ്രേമം വെച്ചാൽ സ്നേഹം, കാമം. പലപ്പോഴും നമ്മുടെ മക്കൾക്ക് ഇത് വേർതിരിച്ചറിയാൻ കഴിയില്ല. ഇത് വേർതിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടും. കാമം എപ്പോഴും ആവശ്യപ്പെടുക ചെയ്യുക, സ്നേഹം എപ്പോഴും കൊടുക്കുക ചെയ്യുക. ഇതാണ് വ്യത്യാസം. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കുക ശരിക്ക്. സ്നേഹം ഇങ്ങോട്ടൊന്നും ആവശ്യപ്പെടുന്നില്ല, ഒക്കെ അങ്ങോട്ട് കൊടുക്കുക. അമ്മയുടെ സ്നേഹം, അമ്മയുടെ പ്രേമം, അച്ഛന്റെ പ്രേമം, ഗുരുവിന്റെ പ്രേമം എന്നൊക്കെ നമ്മൾ പറയും. ആ പ്രേമം എപ്പോഴും അങ്ങോട്ട് കൊടുക്കുക ചെയ്യുക. കാമം അതല്ല. കാമം എപ്പോഴും ഇങ്ങോട്ട് ആവശ്യപ്പെടുക ചെയ്യുക, എനിക്കെന്ത് കിട്ടും എന്നാണ്. ഇവ വേർതിരിച്ചറിയാൻ കഴിയണം. കാമമാണോ? ഒരിക്കലും സുഹൃത്തല്ല, ഒരിക്കലും സുഹൃത്തല്ല. സുഹൃത്തിന് എപ്പോഴും പ്രേമേ ഉണ്ടാവുള്ളൂ. ഇത് വേർതിരിച്ചറിയാൻ നമുക്ക് കഴിയണം. എങ്ങനെ കഴിയും? നേരത്തെ പറഞ്ഞു, 1 നിരീക്ഷണം, 2 നമ്മുടെ തന്നെ ഏറ്റവും വലിയ സുഹൃത്ത് പറഞ്ഞു തരും, 3 അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അമ്മ, അച്ഛൻ തുടങ്ങിയവരോട് ഷെയർ ചെയ്തിട്ട് നമുക്ക് തീരുമാനങ്ങളിലെത്താം. ഏറ്റവും പ്രധാനം നിരീക്ഷണം ചെയ്യണം. അങ്ങനെ നിരീക്ഷണം ചെയ്ത് മനസ്സിലാക്കണമെങ്കിലോ ബുദ്ധിക്ക് അതിന്റെ ഏകാഗ്രത വേണം, അതിന് ജപം തുടങ്ങിയവ ചെയ്യണം. ഇങ്ങനെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു സുഹൃത്തിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് തെറ്റി എന്ന് നാളെ വരില്ല. ഇത് വളരെ വിശദമായി പറയേണ്ട വിഷയമാണ്. സമയം കുറെ ആയല്ലോ, അതുകൊണ്ട് ചുരുങ്ങുകയാണ്. ഇവിടെ നമ്മൾ കുറെ കുട്ടികൾ ഇതിൽ പങ്കെടുത്തു. നമ്മളെ കൂട്ടത്തില് ഒരു കൂട്ടുകാരി പങ്കെടുത്തത് നമ്മളെല്ലാം ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. സൂര്യഗായത്രി കൊച്ചു കുഞ്ഞാവുമ്പം തന്നെ നല്ല പാട്ടുകൾ പാടി സംഗീതം അഭ്യസിച്ച് കൊച്ചു കുഞ്ഞാവുമ്പം തന്നെ ധാരാളം പാട്ടുകൾ പാടി ലോകത്തില് വളരെയധികം പേര് ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, അഭിമാനിക്കുന്ന ഒരു കുട്ടിയാണ് സൂര്യഗായത്രി. സൂര്യഗായത്രി ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. നമ്മളിലെ കഴിവുകള് നമ്മൾ വളർത്തണം. സൂര്യഗായത്രിയെ പോലെ ആവണമെന്ന് ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. ഓരോരുത്തരും അവനവന്റെ വ്യക്തിത്വത്തെ വളർത്തണം, അവനവനിലുള്ള കഴിവുകളെ വളർത്തണം. സൂര്യഗായത്രി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സൂര്യഗായത്രി സ്നേഹിക്കപ്പെടുന്നത്, ആദരിക്കപ്പെടുന്നത്. ഇത്ര പ്രായത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ, ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മുടെ കഴിവുകളെ വളർത്തുന്നത് കൊണ്ടാ. അതേ ഗതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വികസിക്കാൻ കഴിയുക. അതുപോലെ ഓരോ കുട്ടിയും നമ്മളിലുള്ള കഴിവുകളെ വികസിപ്പിച്ച് മടിയില്ലാതെ, അലസതയില്ലാതെ വളരാൻ ശ്രമിക്കണം. ഏതായാലും വളരെ സന്തോഷമാണ് സൂര്യഗായത്രി ഇതില് പങ്കെടുത്തു എന്നുള്ളത് എല്ലാ മക്കളും അറിയാം. അതുപോലെ തന്നെ ഇതിൽ പല കുട്ടികളും പങ്കെടുക്കുന്നുണ്ട്. അപ്പോ ഈ പങ്കെടുത്തവർ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തുടർച്ച നമുക്ക് കിട്ടാൻ വിഷമമുണ്ട്. ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളത് ഇവിടെ അറിയാനും വിഷമമുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം, ഇതില് നമുക്ക് നമ്മുടെ ആരൊക്കെ പങ്കെടുത്തു എന്നുള്ള പേര് ഇതിലൊന്ന് അടിച്ചു വെച്ചാല് എല്ലാരും ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അവനവന്റെ പേരും നമ്പറും ഒന്ന് അടിച്ചു വെച്ചാൽ അത് നന്നായിരിക്കും. എന്നിട്ട് വേണം എക്സിറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ഇപ്പോ ഇത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും എന്നിട്ട് എക്സിറ്റ് ചെയ്യാം. ബാക്കി നമുക്ക് ഇനി ചോദിക്കാനുള്ളവർക്കൊക്കെ അടുത്ത പ്രാവശ്യം ചോദിക്കാം. വളരെ വളരെ സന്തോഷം. നമുക്ക് ഉപസംഹരിക്കാം. ഓം
ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.